प्रभु पे भरोसा रखना अच्छी बात है। 3 കാര്യങ്ങൾ ഒക്കണം പാപം ചെയ്യണമെങ്കിൽ. पाप करने के लिए 3 बातें होनी चाहिए ഏത് പാപത്തിനും. हर पाप में। ഒന്ന്, പാപം ചെയ്യാനുള്ള ഒരു കൺസെന്റ് വേണം. एक, पाप करने की एक सहमति होनी चाहिए, കൺസെന്റ് വേണം, അതായത് സമ്മതം. एक सहमति होनी चाहिए। We do have consent to commit sin. അതാണ് അതിന്റെ സത്യം. നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു അർദ്ധസമ്മതം, ഒരു പാർഷ്യൽ കൺസെന്റ് പാപത്തോടുണ്ട്. और एक और मैं बात सच बताऊं, पाप को करने की कम से कम आधी सहमति हम सबके अंदर है। രണ്ടാമതൊരു കാര്യം, അതിന് വേണ്ട ഒരു ടെംപ്ടേഷൻ, സമ്മർദ്ദം വേണം. और दूसरी बात है, उसके प्रति एक आकर्षण अथवा परीक्षा होनी चाहिए। മൂന്നാമത്തെ കാര്യം, അതിന് പറ്റിയ ഒരു സർക്കംസ്റ്റാൻസ്, സാഹചര്യം വേണം. और तीसरी बात है, उसके लिए एक सही हालात मिल जाए, परिस्थिति मिल जाए। 3 കാര്യങ്ങളാ: സമ്മതം, സമ്മർദ്ദം, സമ്മർദ്ദം, പിന്നെന്താ പറഞ്ഞ, സാഹചര്യം. सम्मति हो, सहमति हो, और उसके लिए एक परीक्षा हो या आकर्षण हो या करने की परिस्थिति हो। നമ്മൾ ഈ പ്രാർത്ഥിച്ചാൽ ഒഴിവായി പോകുന്നത് സാഹചര്യമാണ്. और प्रार्थना करने पर पता है क्या दूर होती है? वो परिस्थिति दूर होती है, हालात दूर होते हैं, സാഹചര്യം. करने के हालात दूर होते हैं। ഞാൻ എത്ര പേര് അത്ര മോശമല്ല, ഈ നമ്മുടെ എല്ലാവരുടെയും ജീനിലുള്ള ഒരു സ്വഭാവമുണ്ട്. हम सबों के जीन के अंदर एक स्वभाव है। ഞാൻ പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു സ്വഭാവക്കാരനാണ്, മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. और मैं भी जल्दी से यूं प्रतिक्रिया करने वाला, झट से उत्तर देने वाला एक स्वभाव वाला व्यक्ति हूं, अभी बदलने की कोशिश में हूं। എന്നാലും ചിലപ്പോഴൊക്കെ പ്രാർത്ഥിക്കും, പരീക്ഷയെ പ്രവേശിപ്പിക്കല്ലേ. और फिर भी मैं प्रार्थना करता हूं कि ऐसी उत्तेजना में ज्यादा मैं न पड़ूं। ചിലരെ ദേഷ്യപ്പെട്ട് ഫോൺ ചെയ്യും. कई लोग बड़े गुस्से के साथ फोन करते हैं, 2 വർത്തമാനം പറയാൻ വേണ്ടി തന്നെ വിളിച്ച്. 2-3 शब्द कहने को ही फोन करते हैं वो। ദൈവകൃപയാൽ അവർ ഫോൺ എടുക്കത്തില്ല. और प्रभु का धन्यवाद कि वो सामने वाला फोन उठाता ही नहीं है। അവരൊരു 3 മണിക്കൂർ കഴിയുമ്പോൾ തിരിച്ചു വിളിക്കും, പാസ്റ്റർ എന്തിനാ വിളിച്ചേ. और 3 घंटे के बाद में वो वापस कॉल करते हैं, पादरी साहब आपने क्यों बुलाया था? നിനക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാനായിരുന്നു. तो उस समय मैं उत्तर देता हूँ, नहीं ऐसे ही तेरे लिए दुआ करना चाहता था। ദൈവം എന്താ ഒഴിവാക്കി? परमेश्वर ने वहां पे क्या टाल दिया? സിറ്റുവേഷൻ, उस परिस्थिति को टाल दिया, സാഹചര്യം, हालात को हटा दिया। അതെപ്പോഴും പ്രാർത്ഥിച്ചോണം, സാഹചര്യത്തിൽ കൊണ്ടിടലായിരിക്കാൻ. इसलिए हमेशा प्रार्थना करना, प्रभु उस परिस्थिति में हमें डालना ही मत। ഈ സാഹചര്യങ്ങളാണ് മനുഷ്യനെ എപ്പോഴും തെറ്റിക്കുക. परिस्थितियां ही मनुष्य से गलतियां करवाती हैं। എന്നോട്, ഞാൻ മക്കളുടെ അറിവിലേക്ക് പറയാണ്, സാധാരണ എല്ലാവരും പറയുന്നു ഐ ആം ഓക്കെ ബട്ട് യു ആർ നോട്ട് ഓക്കെ എന്നാ. और लगभग सब लोग कहते हैं मैं ठीक हूं, तुम ठीक नहीं हो। ബട്ട് ഓൾ ആർ നോട്ട് ഓക്കെ, ദാറ്റ് ഈസ് ദ ട്രൂത്ത്. लेकिन सच ये है कि कोई भी ठीक नहीं है। എന്നോട് എൻ്റെ ഒരു കൊച്ചു കുഞ്ഞ്, അവനൊരു +2 പഠിക്കുന്ന ഒരു കുഞ്ഞ്, about to go to the, at that time he was about to go to the graduation. അവൻ എന്നോട് പറഞ്ഞു, പാസ്റ്റർ അങ്കിൾ ഒരു പ്രോഫസി ഉണ്ട് അങ്കിളിനോടാ. और एक 12वीं क्लास पूरी करके ग्रेजुएशन जाने वाले एक बच्चे ने मुझसे कहा, पास्टर अंकल एक भविष्यवाणी आपके लिए। ആ പ്രോഫസി എന്താന്ന് ചോദിച്ചാൽ, പാസ്റ്റർ അങ്കിളുടെ ഈ വെള്ള ഷർട്ട് ഇത്രയും വലിയൊരു പാട് കാണുന്നു. और वो भविष्यवाणी ये है कि आपका जो അല്ലല്ല ഒരു പാട്, ये आपका जो सफेद कमीज है उसके ऊपर एक बड़ा धब्बा दिखाई दे रहा है, എല്ലാവരും അത് കാണുന്ന പോലെ ഒരു കറുത്ത കറ. और एक काला धब्बा है जिसे हर कोई देख सकता है। എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ടില്ല. वो बात मेरे को अच्छी नहीं लगी। അവൻ കൊച്ചി ഇറങ്ങുന്ന എന്നോട് പ്രവചിക്കുക, छोटा लड़का मेरे से ऐसा बोल रहा है, കൊത്തി കൊത്തി മുറത്തി കയറി കൊത്തുക എന്നൊരു ചൊല്ലുണ്ട്. तो ऐसे ही उकसा रहा है मेरे को वहां बैठ के खड़ा करके, എന്നോട് പറയാ, मुझसे कह रहा है। ഏതായാലും മോനെ മോൻ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങ് വിട്ടു. तो मैंने जैसे तैसे ठीक है हम प्रार्थना करेंगे कह के उसे वहां से हटा दिया। എന്നെ ആ സമയത്തൊക്കെ ഒത്തിരി പേര് ഇങ്ങനെ അവരുടെ സങ്കടം പറയാനൊക്കെ ഫോൺ ചെയ്യും. और कई लोग मुझे उस समय में अपना दुख बताने, वेदना बताने के लिए फोन किया करते थे। ഞാൻ ഈ പറയുന്ന വെച്ചോണ്ട് നാളെ എന്നോട് മിണ്ടാതിരിക്കുകയും ചെയ്യല്ലേ. जब मैं ये कहानी बता रहा हूँ इसका मतलब ये नहीं है कल आप भी मुझसे बात करना बंद कर दें। അപ്പം ഒരു സഹോദരി എന്നെ ഫോൺ ചെയ്യാൻ തുടങ്ങി. ഞാൻ പിള്ളേരുടെ അറിവിലേക്ക് പറയാണ്, അമ്മച്ചി ചെവി പൊത്തിയേക്കണേ. मैं यहाँ पे जो जितने भी बच्चे बच्चियां उनके लिए हैं, जितने भी बूढ़े हैं कान में रुई डाल लेना। എന്നെ ഒരു സഹോദരി രാത്രി ഫോൺ ചെയ്യും. तो एक बहन मुझे रात को फोन किया करती थी, അവരൊരു അറൌണ്ട് 50s ആണ്, और 50 की उम्र है उनकी।
ഞാനന്ന് 10, 28, 20 വയസ്സൊക്കെ ഉള്ളു, ഒരു 30 വയസ്സേ ഉള്ളു. और मैं 28-30 साल का था उस समय. ഈ സഹോദരി എന്നെ ഫോൺ ചെയ്യുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ അവരുടെ സങ്കടങ്ങൾ പറയാൻ വേണ്ടിയാ. और वो बहन हमेशा मुझे फोन करती थी अपना दुख वगैरह उंडेलने के लिए. അവരൊരു 11 മണി കഴിഞ്ഞേ വിളിക്കത്തുള്ളൂ. और 11 बजे के बाद में ही फोन करती थी. അതാണ് ചോദിച്ചാൽ അവിടെ ഹസ്ബൻഡ് മദ്യപാനിയാണ്, അതുകൊണ്ട് അയാൾ ഉറങ്ങി കഴിഞ്ഞിട്ട് അവരെന്നെ വിളിക്കുന്നത്. क्योंकि उनका जो पति है वो शराबी था और उनके सोने के बाद वो फोन किया करती थी. അവര് രാത്രി വിളിക്കുമ്പോ എന്റെ ഭാര്യയാണ് ഫോൺ കൊണ്ടുതരുന്നത്, ആന്റി വിളിക്കുന്നു പറഞ്ഞു. और जब भी वो फोन करती तो मेरी पत्नी फोन लाकर देती, लो आपके लिए फोन आया है. അവര് 11 മണി തൊട്ട് ഒരു 12 മണി വരെ വർത്തമാനം പറയും. तो 11 से लेकर 12 बजे तक बातचीत चलती, സങ്കടങ്ങളെല്ലാം പറയും. अपने सारे दुख बताती. അവര് she started to share all about her marital frustrations. और अपने वैवाहिक जिंदगी में जो भी निराशाएं हैं उन सब के बारे में बताती. അവിടെ ഒത്തിരി ഫ്രസ്ട്രേഷൻസ് എല്ലാം എന്നോട് ഇങ്ങനെ പങ്കുവെക്കാം. अपने सारी निराशाएं वो मेरे सामने बताती. 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ എന്നോട് തന്നെ ചിന്തിക്കുന്നത്. 2-3 दिन के बाद में मैं खुद सोचने लगा 11 മണിയാകുമ്പോൾ ഞാൻ ഇങ്ങനെ കുളിച്ച് റെഡി ആയിട്ട് ഈ ഫോൺ കോളിൽ ഇരിക്കുക. कि 11 बजते ही पता नहीं चलता कि मैं खुद भी तैयार बैठा हूं, खुद सच संवर के तैयार बैठा हूं फोन के इंतजार में. നമുക്കൊരു സന്തോഷം, അവർക്കൊരു സന്തോഷം. हमें भी खुशी और उसे भी खुशी. എന്റെ ഭാര്യയെ കൊണ്ട് തരുന്നേ. और मेरी पत्नी लाकर देती है. 50 വയസ്സുണ്ട് അവർക്ക്. 50 साल की है वो. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് അപകടമാണ്. तब पता चल गया खतरा है ये. എനിക്ക് എന്തിനാ ഈ സന്തോഷം? मेरे अंदर ये खुशी कहां से आ रही है? ഞാൻ ഫോണ് ഓഫ് ചെയ്തിട്ട് मैंने फोन बंद कर दिया. അതിന്റെ പിറ്റേ ദിവസം ഞാൻ മാർക്കറ്റിൽ പോവാ. और उसके अगले दिन मैं बाजार में जा रहा था. എന്റെ അമ്മയുണ്ട്, मेरी मम्मी है. ഞാൻ മാർക്കറ്റിൽ നിൽക്കുമ്പോ എന്റെ ഒരു ചേച്ചി, ഒരു ദീദി എന്നെ കാണാൻ ഇങ്ങോട്ട് വന്നു. और बाजार में एक मेरी दीदी थी, वो मुझसे मिलने आई. ആ ദീദി എന്നോട് ചോദിച്ചു, നിന്നെ ഇന്നാരെ ഫോൺ ചെയ്യാറുണ്ടോ? और दीदी ने आकर पूछा, ये औरत फोन करती है? ഞാൻ പറഞ്ഞുണ്ട്. मैंने कहा हाँ. എന്തിനാ ഫോൺ ചെയ്യുന്നേ? क्यों करती है फोन? കൗൺസിലിംഗാ. काउंसलिंग के लिए. ആ ചേച്ചിയോട് പറഞ്ഞു, നിന്റെ കൗൺസിലിംഗ് तो ആയിരിക്കില്ല. बोले तेरी काउंसलिंग का काकू. അവരിപ്പം ചന്ത ചെയ്യുന്നോണ്ട് പറയുന്നു ഞാനും പ്രിൻസിപ്പാൾ കൂടെ അഫെയർ ആണ്, പ്രേമമാണ്. अभी पूरी जगह पर ये प्रचलित हो गया है कि वो कहती है कि मैं और प्रिंस पास्टर के साथ लफड़ा है. സംശയം ഉണ്ടെങ്കിൽ രാത്രി 11 മണിക്ക് എന്റെ ഫോണും പാസ്റ്റർ ഫോണും വിളിച്ചോ, രണ്ടും എൻഗേജ്ഡ് ആയിരിക്കും. अब आपको यदि कोई भी शक है तो कोशिश करना 11 से लेकर 12 बजे तक मुझे कॉल करना और उसको कॉल करना, दोनों एंगेज रहेंगे. പാട് वही दब्बा. മുതുക്കി 50 വയസ്സ് 50 साल की बूढ़ी. പറഞ്ഞിട്ട് കാര്യമില്ല. क्या कहें. രാത്രി ഫോൺ ചെയ്യല്ലേ. रात का समय फोन में मत बिताएं. അതൊക്കെ ഒരു മസ്റ്റായിട്ടുള്ള കാര്യങ്ങൾ. 10 മണി കഴിഞ്ഞ് ഓപ്പോസിറ്റ് സെക്സിന് ഫോൺ ചെയ്യല്ലേ. और खास तौर पे विपरीत लिंग वाला व्यक्ति है, 10 बजे के बाद में नो बातचीत, नो फोन. അതൊക്കെ ഒരു പാസ്റ്റർ മിനിസ്ട്രിയുടെ ഒരു ഇന്റഗ്രിറ്റിയാ. एक पासवानीय सेवकाई की खराई है, ये सच्चाई है. ये 10 മണി കഴിഞ്ഞുള്ള ആത്മഭാരം വേണ്ട. 10 बजे के बाद का आत्मा का बोझ उतार दो. 10 മണി കഴിഞ്ഞ് എന്തോ ഈ ആത്മഭാരം ഇത്ര? 10 बजे के बाद में कहां से निकलता है ये आत्मा का बोझ? എനിക്കറിയാൻ വേണ്ടി पता नहीं, इसलिए पूछ रहा हूं. പലർക്കും ഈ 10 മണി കഴിയുമ്പോൾ ആത്മഭാരം വരുന്നത്. कईयों को 10 बजे के बाद ही निकलता है आत्मा का बोझ. ഞാനൊരു ദ പെന്തക്കോസ്റ്റ് മിഷന്റെ ഒരു സീനിയർ പാസ്റ്ററെ കണ്ടു. मैं दीप पेंतेकोस्ट मिशन के एक वरिष्ठ पासवान से मिला. ആ പാസ്റ്ററിൽ ഞാൻ ഒരു കാര്യം പഠിച്ചു. और उनसे मैंने एक बात सीखी. ആ പാസ്റ്റർ മരിച്ചുപോയി. उनका निधन हो गया, प्रभु में चल बसे. അപ്പൊ ഞങ്ങളുടെ ഈ സഭാ സംബന്ധമായ ഒരു കോമൺ ഒരു ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട ഒരു കേസ് വന്നു. तो कलीसिया में हम सबों के लिए समान एक मुद्दा उन दिनों में हमारे सामने आया. സെമിത്തേരി സംബന്ധമായ ഒരു പ്രശ്നമാണ്. कब्रिस्तान से के संबंध में एक मुद्दा था. അപ്പൊ ഈ അപ്പച്ചൻ എന്നെ വിളിപ്പിച്ചു. तो इन्होंने मुझे बुलाया. പ്രിൻസ്, നാളെ രാവിലെ നമുക്ക് വെളുപ്പിന് 4 മണിയാകുമ്പോൾ പോകണം, 7 മണിക്ക് അങ്ങ് ഹൈക്കോർട്ട് വക്കീലിന്റെ അടുത്ത് ചെല്ലണം. और उन्होंने कहा कि हम सुबह 4 बजे निकलेंगे, 7 बजे तक उच्च न्यायालय के वकील के पास पहुंचना है. എല്ലാം റെഡിയാണ്. सब तैयार हो गए. അത് പക്ഷെ ഫൈനൽ കൺസെന്റ് കിട്ടണമെങ്കിൽ അവരുടെ സീനിയർ പാസ്റ്റർ വരണം. और लेकिन इसकी अंतिम अनुमति उनके सीनियर पास्टर से ही हमें मिल पाएगी. അദ്ദേഹം 10 മണി കഴിഞ്ഞേ വരത്തുള്ളൂ. लेकिन वो 10 बजे के बाद में ही आते हैं. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, അദ്ദേഹത്തെ അങ്ങ് വിളിച്ചു ചോദിക്കുക. तो मैंने पूछा कि चलो उनको कॉल करके पूछ के हम चलते हैं. ഈ പ്രായമുള്ള അവരുടെ സീനിയർ അസോസിയേറ്റ് ആയിട്ടുള്ള പാസ്റ്ററിനോട് പറഞ്ഞാൽ അങ്ങനെ വിളിക്കാൻ ഒക്കത്തില്ല, പാസ്റ്റർ വന്നിട്ട് ഞാൻ സംസാരിച്ചിട്ട് മോനെ വിളിച്ചു പറയാം, ഫൈനൽ കൺസെന്റ് അദ്ദേഹത്തിൽ നിന്ന് കിട്ടണം. और लेकिन ये जो व्यक्ति जिनसे मेरी बात हो रही है, उन्होंने कहा नहीं, वो बहुत सीनियर है, हम फोन पे नहीं बात कर सकते, आने दो, सहमति वगैरह लेकर हम चलते हैं. അപ്പൊ ഞാൻ ചോദിച്ചു എപ്പം വരും? तो मैंने पूछा वो आएंगे कब?
10 മണി കഴിയും. 10 बजे के बाद आएंगे, അപ്പൊ എന്നെ പാസ്റ്റർ വിളിച്ചാൽ മതി. तो तब मेरे को पास्टर आप बुला लेना. ഈ പ്രായമുള്ള അപ്പച്ചനോട് പറഞ്ഞു 10 മണി കഴിഞ്ഞ് എൻ്റെ ഫോണിൽ നിന്ന് ഔട്ട് ഗോയിങ് വിളിക്കാൻ ഒക്കത്തില്ല. और यहाँ पर 10 बजे के बाद में इनका ऐसा फोन था कि वो उसके बाद में आउटगोइंग नहीं रहती है उसके अंदर. 10 മണി കഴിഞ്ഞ് ഞാൻ ഫോണിൽ നിന്ന് ഔട്ട് ഗോയിങ് പോയില്ല. 10 बजे के बाद में उनके फोन से कॉल जाता नहीं മോൻ है. എന്നെ ഒരു 10:30 ആകുമ്പോൾ വിളിച്ചാൽ മതി. तो 10:30 बजे तू मुझे कॉल करना. 60-65 വയസ്സുള്ള മനുഷ്യന്റെ ഡിസിപ്ലിനാണ്. और 60-65 साल के एक व्यक्ति का अनुशासन है ये. എക്സ്ട്രീം ആണെന്ന് വേണം ചിന്തിക്കാം. we can think that is very extreme. एक मतलब थोड़ा अनुशासन ज्यादा ही है, हम शायद सोच सकते हैं, പക്ഷെ അതിനകത്തെല്ലാം ഒരു ഡിസിപ്ലിൻ ഉണ്ട്. लेकिन ये भी अपने आप में एक अनुशासन है. സാഹചര്യം എപ്പോഴും ഒഴിവാക്കിക്കോണം. परिस्थितियों से हमेशा बचिएगा, കാരണം ഒരു വിജയകരമായ ക്രിസ്ത്യ ജീവിതം അത്ര എളുപ്പമുള്ള കാര്യമല്ല. क्योंकि विजयी मसीही जिंदगी आसान नहीं होती है, പക്ഷെ അത് സാധ്യമാണ്. लेकिन कर सकते हैं हम, जी सकते हैं हम. സാധ്യമാണ് താനും. वो संभव है, എളുപ്പമല്ല, आसान नहीं है, സാധ്യമാണ്. पर कर सकते हैं, जी सकते हैं. പരീക്ഷകളെ സാഹചര്യങ്ങളെ ഒഴിവാക്കണം. परीक्षाओं को, परिस्थितियों को आप दूर रखें, बचें. മനസ്സിലായവരെല്ലാം ദൈവത്തെ ഒന്ന് സ്തുതിച്ചു. यदि समझ में आ गई बातें तो हालेलुया. കര ഉയർത്തി പ്രാർത്ഥിച്ച് हाथों को उठाकर आइए प्रार्थना करें. I'm a human being. Help me from all the situations which I may fail. प्रभु उन सभी परिस्थितियों से मुझे बचा जहां पर मैं हार सकता हूं. Help me, rescue me from मदद कर, मुझे बचा वहां से, all the situations. उन सारी परिस्थितियों में से बचा, Avoid it. उनको मेरे से दूर कर दे. Hallelujah. हालेलुया, Hallelujah. हालेलुया. കരം ഉയർത്തി പ്രാർത്ഥിച്ച മക്കളെ हाथों को उठाकर प्रार्थना करें, സീരിയസ് ആയിട്ട് പ്രാർത്ഥിച്ച് गंभीरता के साथ प्रार्थना करें. സാഹചര്യങ്ങളിൽ നിന്നെല്ലാം രക്ഷിക്കണേ. ऐसी परिस्थितियों से हमें बचा प्रभु. പരീക്ഷയിൽ നിന്ന് പ്രവേശിക്കല്ലേ. उन परीक्षाओं में प्रवेश मत करने देना, പരീക്ഷയിൽ പ്രവേശിപ്പിക്കുക. उन आकर्षणों को दूर करना प्रभु. We are mere human beings. हम सब मनुष्य हैं, We are mere human beings with flesh. हम मात्र मनुष्य हैं. വിജയകരമായി വിശുദ്ധിയാണ് നമ്മുടെ ശക്തി. और विजयी पवित्रता ही हमारी शक्ति है. വിശുദ്ധി നമ്മുടെ ശക്തിയാണ്. पवित्रता हमारी शक्ति है. ഭൂതങ്ങളൊക്കെ അലറി ഓടുന്നതിന്റെ ഒരു റീസൺ നമ്മുടെ പ്രാഗൽഭ്യം കൂടാ. और जब दुष्ट आत्माओं को हम यदि निकाल पा रहे होते हैं तो उस बात में हमारी निश्चितता है. ये യേശുവിന്റെ രക്തമാണ്, यीशु मसीह का लहू कार्य करता है, യേശുവിന്റെ നാമമാണ്. यीशु का नाम करता है, പക്ഷേ ജീവിതത്തിന്റെ വിശുദ്ധി വ്യക്തിപരമായി പാലിക്കണം. लेकिन जिंदगी की पवित्रता हमें खुद निभानी है. ഇന്ത്യ നേടാൻ അതേ ഉള്ളു വഴി. भारत को जीतना है तो यही एक मार्ग है. ഇന്ത്യ നേടാൻ ജയിച്ച ഒരു കൂട്ടം വേണം. भारत को जीतने के लिए विजयी लोगों की आवश्यकता है. എത്രയോ പേരെ പാപത്തെ വീഴിക്കുന്നത്. कितने लोगों को पाप में गिराता जा रहा है. കരം ഉയർത്തി എല്ലാ മക്കളും പ്രാർത്ഥിച്ചു. सभी हाथों को उठाकर प्रार्थना करें, സീരിയസ് ആയിട്ട് പ്രാർത്ഥിച്ചു. गंभीरता के साथ प्रार्थना करें. ഹല്ലേലൂയ. हालेलुया, ഹല്ലേലൂയ. हालेलुया, ഹല്ലേലൂയ. हालेलुया, ഹല്ലേലൂയ. हालेलुया, ഹല്ലേലൂയ. हालेलुया, ഹല്ലേലൂയ. हालेलुया, ഹല്ലേലൂയ. हालेलुया. പാപം നമ്മുടെ വാതിൽക്കലാണ് കിടക്കുന്നത്. पाप हमारे दरवाजे पर है. ഞാൻ മക്കളോട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ? मैं बच्चों से एक बात पूछूं, ശ്രദ്ധിച്ച് കേൾക്കണേ. ध्यान से सुनिएगा. രാവിലെ ചെന്ന് കതക് തുറക്കുക. सुबह जाकर आप दरवाजा खोलते हैं. നിങ്ങൾ ജസ്റ്റ് ഇമാജിൻ, അത്രയും ചിന്തിച്ചല്ലോ. इतना सोच लिया. ഡോർ തുറക്കുമ്പം ഒരു മൂർഖൻ. ഹാവ് യു എവർ സീൻ കിങ് കോബ്ര? और आपने किंग कोबरा देखा है, काला नाग? കോബ്ര, കിങ് കോബ്ര, രാജവെമ്പാലം, കരിമൂർഖൻ. वो एकदम काला नाग वहां पे, जैसे ही दरवाजा आप खोलते हैं, देखा है आपने? ഇമാജിൻ. ഓക്കെ, कल्पना हो गई, कर ली. തുറന്നപ്പം അതിങ്ങനെ നിൽക്കുക. और जैसे ही वो दरवाजा खोला, वो हिश मारता हुआ सामने खड़ा. മനസ്സിലായല്ലോ? വാട്ട് യു വിൽ ഡു? समझ में आ गई इतनी बात? വാട്ട് വിൽ യു ഡു? क्या करेंगे? ഓടിപ്പോയിട്ട് സാംസങ് നോട്ട് എടുത്തുകൊണ്ട് വന്നിട്ട് ആ പാമ്പിന്റെ ഒപ്പം നിന്നിട്ട് ഒരു
आप सीधा जाएंगे, सैमसंग का मोबाइल उठाकर काले नाग के साथ सेल्फी लेंगे. If you take that selfie and post it, you will get lot of likes. പക്ഷെ അത് ഒടുക്കത്തെ ലൈക്ക് ആയിരിക്കും, പിന്നെ और കാണില്ല. आप यदि उस सेल्फी को लगाकर पोस्ट करने के लायक हो गए तो बहुत सारी लाइक मिल जाएगी, लेकिन अंतिम लाइक होगा वो. എന്ത് ചെയ്യും? क्या करेंगे आप? You will close the door. आप दरवाजा बंद कर देंगे. Right? सही बोल रहा हूं मैं? ക്ലോസ് ചെയ്തില്ലെങ്കിൽ കടി പറ്റും. यदि नहीं कर रहे हैं बंद तो वो काट सकता है. ഇതുപോലെ മനുഷ്യന് 5 ഡോറാ ഉള്ളത്. ऐसे ही मनुष्य के 5 दरवाजे हैं. ഏതൊക്കെയാണത്? कौन कौन से हैं 5 दरवाजे? കണ്ണ്, മൂക്ക്, നാക്ക്, തൊക്ക്, ചെവി. आंख है, कान है, जीभ है, हाथ है. കണ്ണ്, മൂക്ക്, നാക്ക്, തൊക്ക്, സ്കിൻ. त्वचा है. 5 വാതിലുണ്ട്. ये 5 ज्ञानेंद्रियां हैं. ഈ 5 വാതിലിന്റെ മുമ്പിലും പാപമുണ്ട്. इन पांचों इंद्रियों के सामने पाप है കഴിവതും പാപത്തോട് ഇത് അടച്ചിടണം. और आप उसे पाप के सामने बंद रखें. ദൈവത്തിന് വേണ്ടി തുറക്കണം. परमेश्वर के लिए खुला रखें. പാപത്തിന് അടച്ചിടണം. पाप के लिए बंद रखें. നടുങ്ങുകയും പാപം ചെയ്യാതിരിപ്പീൻ. डरते रहो, डर में रहो, पाप मत करो. ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया. നടുങ്ങുകയും പാപം ചെയ്യാതിരിപ്പീൻ. डरते रहो, पाप मत करो. ഒറ്റയടിക്ക് ആരും പാപം ചെയ്യത്തില്ല. अचानक कोई पाप में नहीं गिर पड़ता है. പാപം പതുക്കെ പതുക്കെ മനുഷ്യനിലേക്ക് കടക്കും. पाप धीरे धीरे मनुष्य के करीब आता है. അങ്ങനെ ആദ്യ മനുഷ്യൻ പാപം ചെയ്തു. ऐसे उस आदि पहले मनुष्य ने पाप किया. പാപത്തിന്റെ ശമ്പളം മരണം. पाप की मृत्यु, मजदूरी मृत्यु. അവരിലേക്ക് പാപം കടന്നു. उनमें पाप ने प्रवेश किया. Through one man's sin and through sin death entered this world. मनुष्य ने पाप किया और पाप करने के द्वारा मृत्यु ने प्रवेश किया. That's what is Romans chapter 5 verse 12 says, through one man's sin and through sin death entered into this world. और रोमियो 5:12 में एक मनुष्य के पाप के द्वारा और वहां पे ने पाप किया, पाप के द्वारा मृत्यु ने प्रवेश किया. മനുഷ്യൻ പാപികളായി. मनुष्य पापी बन गया है. അവർ മരണത്തിന് അധീനപ്പെട്ടു. वे मृत्यु के अधीन हो The गए wages of sin is nothing but death. और वहां पे उनको मृत्यु मिली. പാപത്തിന്റെ ശമ്പളം മരണമാണ്. पाप की मजदूरी मृत्यु. അങ്ങനെ പാപത്തിന്റെ ശമ്പളമായ മരണം മനുഷ്യന്റെ മേൽ വന്നു. और ऐसे पाप की मजदूरी मृत्यु के अधीन मनुष्य हो गया. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? वो कैसे हुआ? മനുഷ്യന് ദൈവം ഫ്രീഡം കൊടുത്തിട്ടുണ്ട്. मनुष्य को परमेश्वर ने स्वतंत्रता दे दी थी. ദൈവം മനുഷ്യനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചു. परमेश्वर ने मनुष्य को बनाया तो खुद से थोड़ा सा नीचे बनाया और उसे सारा सम्मान और वैभव पहनाया. അവർ പാപം ചെയ്തു. लेकिन उसने पाप कर डाला. പാപം അവരിൽ വാണു. पाप ने उन पर राज शुरू कर दिया. Romans chapter 5 verse 13 and 14 പാപം ചെയ്യാത്തവരിൽ മരണം ആദം മുതൽ മോശ വരെ വാണു. और रोमियो 5:13 से 16 हर आदम से लेकर मूसा तक सबके ऊपर पाप का वो प्रभाव छा गया. पाप ने उनको वश में कर लिया. ആദം മുതൽ മോശ വരെ മരണം വാണു. आदम से लेकर मूसा तक पाप ने राज किया. മോശ വരെ എന്തുകൊണ്ടാ പറയുക? मूसा तक शब्द क्यों लिखा है? മോശയുടെ കാലത്താണ് ന്യായപ്രമാണം വന്നത്. क्योंकि मूसा के समय में व्यवस्था आई. ന്യായപ്രമാണം. मूसा की व्यवस्था आई. What is ന്യായപ്രമാണം? It's all about law. व्यवस्था क्या है? कानून, नियम. നിയമം, ലോ വന്നു. नियम आए. എന്തിനാണ് ലോ? ये नियम क्यों आए? The purpose of law is to rescue or punish. और नियम का मकसद है या तो बचाए या दंड दे. The purpose is to rescue us or punish us. बचाए या सजा सुनाए. Rescue us. നിയമം നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയാണ്. नियम हमारे बचाव के लिए बने हैं. Am I right? सही बोल रहा हूं मैं? ഇപ്പൊ 2 വീലറിൽ പോകുന്നവർ ഹെൽമെറ്റ് വെക്കണം, നമ്മളെ രക്ഷിക്കാനോ ശിക്ഷിക്കാനോ. और दोपहिया चलाने वाले हेलमेट पहने, ये हमारे बचाव के लिए है, नहीं तो हमें सजा देने के लिए भी है. എന്തിനാണ്? നമ്മളെ രക്ഷിക്കാനാണ്. हमें बचाव देने के लिए नियम बने हैं. അല്ലേ? सही बोल रहा हूं मैं? ഞങ്ങളുടെ അവിടെ ഒരു പാസ്റ്റർ ബൈക്കിൽ ഇങ്ങനെ ഹെൽമെറ്റ് വെക്കാതെ സൈഡിൽ തൂക്കിയിട്ടിട്ട് പോയി. പോലീസ് പിടിച്ചപ്പം പാസ്റ്റർ ഓടിച്ചെന്നിട്ട് പറഞ്ഞു, നല്ല ഫോമില സാർ, ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി യോഗത്തിന് പെട്ടെന്ന് പോകുമായിരുന്നു. അപ്പോൾ എസ് ഐ സാർ പറഞ്ഞു, അതുപോലെ പറയണേ, എസ് ഐ സാർ പറഞ്ഞു, പാസ്റ്റർ പ്രസംഗിക്കണം, എന്നാലേ ഈ നാട് നന്നാകത്തുള്ളൂ. പാസ്റ്ററെ പോലുള്ളവരോട് ഞങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ പാസ്റ്റർക്ക് തലയുണ്ടല്ലേ പ്രസംഗിക്കാനൊക്കത്തുള്ളൂ.
പാസ് ആയതുകൊണ്ട് എല്ലാവർക്കും 100, പാസ് ആയതുകൊണ്ട് 500 തന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. वो पादरी साहब एक जा रहे थे, मीटिंग में जा रहे थे, तो उन्होंने हेलमेट नहीं पहना था, पुलिस वाले ने पकड़ लिया। पुलिस वाले ने पकड़ते ही इन्होंने वो बिल्कुल बोला कि मैं पादरी हूँ, यूं मीटिंग के लिए वर्क में जा रहा हूँ। तो सर ने बोला कि हाँ ठीक है, पादरी साहब हैं, लेकिन आप जरूर, आप ही की वजह से तो ये पूरे लोग सब सही होंगे, तो आप जब तक नहीं बचेंगे तो लोग कैसे इसके बारे में जान पाएंगे। आप जाकर लोगों को सिखाना कि ये सब करना गलत है। सबके लिए केवल 100 रुपए ही हम लगाते हैं जुर्माना, आप 500 रुपया देकर जाना। തലയുണ്ടല്ലേ പ്രസംഗിക്കാനൊക്കെ. सिर है तभी तो प्रचार कर पाओगे। അപ്പോൾ ഹെൽമെറ്റ് നമ്മളെ രക്ഷിക്കാനാണ്. तो हेलमेट हमारे बचाव के लिए है, വെച്ചില്ലെങ്കിൽ ശിക്ഷ കൊടുക്കും. यदि नहीं रखोगे तो सजा मिलेगी। സീറ്റ് ബെൽറ്റ് ഇടുന്നത് നമ്മുടെ രക്ഷയ്ക്കാണ്. सीट बेल्ट हमारे बचाव के लिए है, അത് വെച്ചില്ലെങ്കിൽ പണിഷ്മെന്റ് കിട്ടും. नहीं पहनोगे तो सजा मिलेगी। മനുഷ്യനോട് ദൈവം ഒരു നിയമം വെച്ചു. मनुष्य को भी परमेश्वर ने नियम दिया ദൈവം പറഞ്ഞു, നീ മുഖത്തെ വേർപ്പോടെ ഉപജീവനം കഴിക്കണം. और उसने कहा कि तू अपने माथे के पसीने से अपने जीविका कमाएगा। കഴിക്കണമെങ്കിൽ വേർതിരിക്കണം. खाना चाहते हो तो पसीना बहाना पड़ेगा। അങ്ങനെയായിരുന്നു, വേർത്തിട്ടാണ് മനുഷ്യൻ കഴിച്ചത്. तो पसीना बहाकर मनुष्य खाने लगा, നല്ലപോലെ കഴിക്കുമായിരുന്നു, अच्छे से खाता था, ഒരു കുഴപ്പമില്ല, कोई दिक्कत नहीं थी, നല്ലപോലെ ജോലി ചെയ്തു, अच्छे से काम मेहनत करता था। കാലം മുമ്പോട്ട് പോയി, समय बीतता गया, കഴിപ്പ് കൂട്ടി, खाने की मात्रा बढ़ गई, വേർത്തില്ല, पसीना कम होने लगा, ശിക്ഷ കിട്ടി. सजा मिली। കിട്ടിയവരെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. और सजा जिन जिन को मिली, सब कई लोग यहाँ बैठे हैं। ഡയബറ്റിക്, शुगर की बीमारी, പ്രഷർ, बीपी, കൊളസ്ട്രോൾ, ഹാർട്ട്, दिल की बीमारी, ശിക്ഷയാ. दंड मिल रहा है, सजा मिल रही है। വേർക്കാതെ കഴിച്ച. बिना पसीने के खा रहे हैं। ഡോക്ടർ അടുക്ക ചെന്നു, डॉक्टर के पास गए, ഡോക്ടർ പറഞ്ഞു डॉक्टर ने कहा 45 മിനിറ്റ് നടക്കണം. 45 मिनट चलना है। നടക്കാൻ പോയവനെ വണ്ടി ഇടിച്ച് കത്തപ്പോ എനിക്കങ്ങ് സങ്കടമായി. അപ്പൊ വേർക്കാത്തതിന്റെ ശിക്ഷ. तो जब वो पसीना नहीं बहाना चाहते तो उसकी सजा मिली। വലിക്കരുത്, धूम्रपान नहीं करना। എന്തുകൊണ്ട്? क्यों नहीं करना? മനുഷ്യന്റെ ശരീരം मनुष्य का शरीर ദൈവത്തിന്റെ ടെമ്പിളാണ്. ये परमेश्वर का मंदिर है। Your body is the temple of God. आपका शरीर परमेश्वर का मंदिर है। You don't have any right to destroy it. आपके पास इसे नाश करने का अधिकार नहीं है। വലിച്ചു, फिर भी फूंका, ശിക്ഷ കിട്ടി. सजा मिली। എന്താണ്? क्या मिली? ലങ് ക്യാൻസർ. लंग्स में कैंसर। മനുഷ്യന്റെ അധരം കൊണ്ട് ദൈവത്തെ സ്തുതിക്കണം. मनुष्य अपने होठों से प्रभु की स्तुति करे, ശംഭു കിട്ടു, और उसके अंदर तंबाकू डाला, ശിക്ഷ കിട്ടി. सजा मिली, വായു ക്യാൻസർ. और वहां पे कैंसर आ गया। നിയമം ലംഘിച്ച ശിക്ഷ കിട്ടും. नियम का उल्लंघन करोगे, सजा मिलेगी। പക്ഷേ ഈ ലോകത്തിന്റെ ശിക്ഷയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. लेकिन दुनिया की सजा में एक दिक्कत है। ഏത് ശിക്ഷയും തൂക്കുമരണം ഉൾപ്പെടെ മരണം കൊണ്ട് തീരും. हर सजा, चाहे वो फांसी की भी क्यों ना हो, मौत पर खत्म हो जाती है। തൂക്കിക്കഴിഞ്ഞാൽ തീർന്നു. फांसी पर लटका दिया, खत्म। ഒരാളെ ജയിലിൽ വിധിച്ചു 40 വർഷത്തെ കഠിന തടവ്. और एक व्यक्ति पर सजा सुनाई गई 40 साल का कठिन कारावास। അയാൾ 20ാമത്തെ വർഷത്തിൽ മരിച്ചുപോയി. और वो 20 साल की उम्र में मर गया। അടുത്ത 20 വർഷം കൂടെ മൊബൈൽ മോർച്ചറി तो ജയിലിൽ വെക്കോ? अगले 20 साल मोबाइल मोर्चरी जेल के अंदर रखेंगे उसको? നോ, അത് नहीं रखेंगे। വെക്കോ? रखेंगे मोबाइल मोर्चरी में जेल के अंदर बाकी 20 पूरा करने के लिए? ഇല്ല. नहीं रखेंगे। മരിച്ചു, ശിക്ഷ തീർന്നു. मरे तो सजा खत्म। പക്ഷെ ദൈവകോടതിക്ക് ഒരു ശിക്ഷയുണ്ട്. लेकिन परमेश्वर के न्यायालय में की सजा अलग है। മരിച്ചു പോയാലും വിടത്തില്ല, പൊക്കിക്കൊണ്ട് നിർത്തും. मर भी गए तो भी छोड़ेगा नहीं, वहां पे खड़ा कर देगा। That's the problem. यही एक दिक्कत है। ശിക്ഷ. सजा, ഈ ശിക്ഷ കിട്ടുമെന്ന് അറിഞ്ഞിട്ടും മനുഷ്യൻ പാപം ചെയ്തു. सजा मिलेगी पता है तो भी मनुष्य पाप करता है। മനുഷ്യക്കറിയാൻ ശിക്ഷ കിട്ടും. मनुष्य को पता है दंड मिलेगा। അതാണ് വേദോസം പറയുന്നത്. यही बाइबल कहती है, നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, मन करता है कि भला करूं, പക്ഷെ അതിന് സമ്മതിക്കാത്ത ഒരു പ്രമാണമുണ്ട്. लेकिन नहीं करने को मजबूर करने वाली एक व्यवस्था है। അതാണ് പാപം. ये है पाप। ഇപ്പൊ ഈ 12ന്റെയും 10ന്റെയും ഒക്കെ എക്സാം നടക്കുക. अभी 10वीं और 12वीं के एग्जाम चल रहे हैं। പഠിക്കണമെന്ന് ആഗ്രഹമില്ലാത്ത ഒറ്റ വിദ്യാർത്ഥിയുണ്ടോ? कोई भी बच्चा ऐसा नहीं होगा जो पढ़ना नहीं चाहता होगा। ഉണ്ടോ? है कोई ऐसा बच्चा जो पढ़ना नहीं चाहता? ഞാൻ പഠിക്കത്തേ ഇല്ലെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? कोई है बच्चा कहता मैं पढ़ूंगा ही नहीं? എല്ലാവർക്കും ആഗ്രഹമുണ്ട് പഠിക്കണമെന്ന്. हर कोई पढ़ना चाहता है।
അവര് തീരുമാനിക്കും और वो निर्णय लेते हैं, നേരത്തെ എഴുന്നേക്കണം, पहले उठना पड़ेगा അതിന് നേരത്തെ കിടന്നു, और जल्दी सोना पड़ेगा। അലാറം വെച്ചു, अलार्म रखा, അലാറം അടിച്ചു, अलार्म भी बजा, എന്തോ ചെയ്തു, क्या किया, ഓഫ് ചെയ്തു, ऑफ कर दिया अलार्म, ഉറങ്ങി, फिर सो गए, പരീക്ഷ വന്നു, परीक्षा आ गई, വെപ്രാളമായി, विचलन शुरू हो गई, നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, भलाई करने की का मन था ഒക്കുന്നില്ല, लेकिन नहीं कर पा रहा। എല്ലാവർക്കും ആഗ്രഹമുണ്ട്. हर कोई भला करना चाहता है ചില ഡിസംബർ 31 ഒരു തീരുമാനം എടുക്കും, और कई लोग दिसंबर 31 तारीख को निर्णय लेते हैं വരുന്ന വർഷം നന്നായിട്ട് ജീവിക്കും, कि अगले साल अच्छे से जीऊंगा കൂടുതൽ പ്രാർത്ഥിക്കും, और प्रार्थना भी करते हैं, കൂടുതൽ കർത്താവിനെ കുറിച്ച് ज्यादा प्रार्थना करेंगे, प्रभु के ഒത്തിരി बारे में കാര്യങ്ങൾ बताएंगे, ചെയ്യും, बहुत कुछ करेंगे, നടക്കത്തില്ല. नहीं कर पाते। എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് വന്ന് പറഞ്ഞു, मेरे एक दोस्त ने मेरे पास आकर कहा, അദ്ദേഹം എന്നെ ഭയങ്കര സ്നേഹത്തോടെ അളിയ എന്ന് വിളിച്ചു, ബ്രദറിലോ ഇല്ല, ഓക്കെ. അപ്പോ എന്നോട് പറഞ്ഞു, ഞാനൊരു പുതിയ തീരുമാനം എടുത്തു. और उन्होंने बड़े प्रेम से मेरे पास आकर कहा कि मैंने एक निर्णय लिया है। ഞാൻ ചോദിച്ചു എന്താണ്? मैंने पूछा क्या ഈ निर्णय? വർഷം ഞാനൊരു പുതിയ തീരുമാനം എടുത്തു. इस साल मैं एक नया निर्णय ले रहा हूँ। എന്താടാ? बताना क्या है ഒരു वो? തീരുമാനം എടുക്കുന്നില്ലെന്നങ്ങ് തീരുമാനം मैंने निर्णय लिया कि मैं निर्णय लूंगा ही नहीं എടുത്തിട്ട് ഒരു കാര്യമില്ല. क्योंकि लेने का भी फायदा नहीं है, അതുകൊണ്ട് ഒരു തീരുമാനം എടുക്കുന്നില്ല. इसलिए निर्णय नहीं ले रहा। ആഗ്രഹമുണ്ട്, इच्छा है പക്ഷെ ഒക്കുന്നില്ല. लेकिन नहीं कर पा रहे। അതെന്ത് വരുത്തി വെച്ചു? ശിക്ഷ. और वो सजा की वजह से। കാരണം ചിലത് ജയിക്കും, ചിലത് തോക്കും. और कुछ लोग जीतते हैं, कुछ लोग हार जाते हैं, फेल होते हैं, അപ്പൊ ശിക്ഷ കിട്ടാൻ തുടങ്ങി. और तब सजा मिलने लगी। അത് മരിച്ചാലും തീരാത്ത ശിക്ഷയിലേക്ക് കൊണ്ടുപോയി. और वो ऐसी सजा बन गई कि मौत के बाद में भी मिलती है। അപ്പൊ ദൈവം ശിക്ഷ കഠിനമാക്കി. He hardened first the rule. तो परमेश्वर ने जो नियम थे या फिर सजा थी और कठोर कर दी। എന്തായാലും അത് ഹാർഡാക്കിയത്? इसको और कठोर क्यों की? ശ്രദ്ധിച്ച് കേൾക്കണം, ശിക്ഷ എനിക്കാണ്. ध्यान से सुनिएगा, सजा मुझे है। If I commit sin, I have the responsibility to receive my punishment. यदि पाप मैंने किया है तो मुझको सजा मिलती है, എനിക്കാണ് ശിക്ഷ. मुझे सजा मिलती है। എന്നിട്ട് ശിക്ഷ കിട്ടുമെന്ന് അറിഞ്ഞിട്ട് മനുഷ്യൻ പാപം ചെയ്തു. और ये पता है कि सजा मिलेगी तो भी मनुष्य ശിക്ഷ എനിക്കുള്ളതാ. सजा मुझ तक है। ശാപം 4 തലമുറയ്ക്ക് വരെ വരും. വന്നാലും ആർക്ക് വരരുത്? पिता की सबसे बड़ी इच्छा ये है, चाहे मुझ पर कुछ भी दोष लग जाए और किसी पर नहीं आए, മക്കൾക്കൊരു ദോഷവും വരല്ലേ. बच्चों पर कुछ हानि नुकसान न हो। മക്കളായിരിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ പാടാ. और बच्चे हैं तो उनके लिए समझना थोड़ा कठिन है, പക്ഷെ മക്കൾക്ക് വേണ്ടിയാണ് പേരൻസ് ജീവിക്കുക. लेकिन बच्चों के लिए माता पिता जीते हैं। ഞാനൊരു ആക്സിഡന്റ് സ്ഥലത്ത് ചെന്നു. मैं एक जगह पर पहुंचा जहां दुर्घटना हुई थी, ഇത് ഞാൻ ആ ആക്സിഡന്റ് കഴിഞ്ഞ് അധികം താമസിയാതെ ഞാൻ അവിടെ ചെന്നു. और दुर्घटना थोड़ी देर पहले ही हुई थी, मैं वहां पहुंच गया। കണ്ടു നിന്നവരൊരു കാര്യം പറഞ്ഞു. और वहां पे जो वहां खड़े थे उन्होंने एक बात कही। ലേറ്റ് ആയിട്ടുണ്ടായ ഒരു കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് ഒരു അമ്മ റോഡിൽ കൂടെ നടക്കുക. और अब काफी समय के बाद में एक बच्चा हुआ था, उसको लेकर वो माँ सड़क के किनारे जा रही थी। ലേറ്റ് ആയിട്ടുണ്ടായി. या അങ്ങനെ उसको लेके वो पार कर रही थी सड़क, ഒരു വണ്ടി ഉറങ്ങി വന്നു. और अचानक से एक गाड़ी आती है, ഡ്രൈവർ ഉറങ്ങിപ്പോയി. वो ड्राइवर सो गया അമ്മയും കുഞ്ഞിനെയും കൂടി അമ്മ ഇടിച്ചു. और सीधा उस माँ को टक्कर मारी। കുഞ്ഞിന്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചേക്കും അമ്മ. उसने अपने बच्चे के हाथ को पकड़ रखा था, കണ്ടു ഇന്നൊരു പറഞ്ഞു ഈ അമ്മയും കുഞ്ഞും കൂടെ തെറിച്ചു പോയി. और देखने वालों ने कहा कि ये दोनों वहां से छितरा गए। അമ്മ തെറിച്ചു പോയി, ഒരു മതിലെ തലയിടിച്ച് അപ്പളെ ചത്തുപോയി. और वो सीधी माँ एक दीवार पर उसका सिर टक्कर मारता है और वो वहीं पे मर जाती है। കണ്ടു നിന്നൊരു കാര്യം, അമ്മ ഈ കുഞ്ഞിനെ എറിഞ്ഞു. और जैसे ही वो दीवार की तरफ जा रही थी, उसने अपने बच्चे को दूसरी तरफ फेंक दिया, ആ കുഞ്ഞ് കിളച്ച് നല്ലൊരു സ്ഥലത്ത് വന്ന് വീണു. और वहीं पर एक ऐसी जमीन पर जाकर गिरा, थोड़ी वहां की मिट्टी हल्की थी। ആ കുഞ്ഞ് മരിച്ചില്ല. वो बच्चा नहीं मरा, അമ്മ മരിച്ചു. लेकिन माँ मर गई। അമ്മ മരണത്തിലേക്ക് പോകുമ്പോഴും അമ്മയുടെ ആഗ്രഹം കുഞ്ഞു മരിക്കില്ലെന്നാ. यहाँ पर माँ चाहे मौत के करीब जा रही थी तो भी उसके मन की इच्छा कि बच्चा नहीं मरना चाहिए। അമ്മയുടെ ഒരു മോളെ കുറിച്ച് കേട്ട് മോള് ഭയങ്കര സുന്ദരി
സുന്ദരിയായിരുന്നു, और एक माँ की बेटी के बारे में मैंने सुना, उसकी बेटी बहुत सुंदर थी ഭയങ്കര കോളേജ് ബ്യൂട്ടി. और कॉलेज की सबसे सुंदर थी, പക്ഷെ അമ്മയെ കണ്ട അത്രയും കൊള്ളത്തില്ല. लेकिन मम्मी की जो सूरत थी इतनी अच्छी नहीं थी മുഖമെല്ലാം ഇങ്ങനെ ബേണ്ടായിട്ടിരിക്കുക. और एक तरफ वो जला हुआ था चेहरा। ഒരു ദിവസം മോടെ കൂട്ടുകാരെല്ലാം വന്നു, കോളേജ് കുമാരിമാര്. और एक बार सारी कॉलेज की उसकी सहेलियां वगैरह आई അമ്മ അവർക്ക് എല്ലാവർക്കും അവര് അവിടെ ഇരുന്ന് എല്ലാവരും കൂടെ അടിച്ച് പൊളിക്കുക. और वो घर पे, उनके घर पे सभी लोग अपनी मौज मस्ती कर रहे थे അമ്മ അവർക്കെല്ലാം കൂൾ ഡ്രിങ്ക്സ് ഒക്കെ കൊണ്ട് കൊടുത്തു. और मम्मी ने उनके लिए कोल्ड ड्रिंक्स वगैरह दिए। അമ്മ അങ്ങോട്ട് പോയപ്പം കൂട്ടത്തിൽ ഇരുന്നൊരു സുന്ദരി കുട്ടി ഇവളോട് ചോദിച്ചു, അത് ആരാ? तो जैसे ही माँ वहां से दूर गई तो उसकी सहेली ने पूछा कि ये कौन है। അമ്മ പറഞ്ഞു, ഇവള് പതുക്കെ പറഞ്ഞു, ഞങ്ങളുടെ സെർവന്റാ. तो उसने धीरे से कहा हमारी नौकरानी है। അമ്മ അത് കേട്ടു, माँ ने सुन लिया, ഒന്നും മിണ്ടിയില്ല. कुछ नहीं बोली। എല്ലാവരും പോയപ്പോ അമ്മ അവളെ വിളിച്ചു പറഞ്ഞു, सबके जाने के बाद में माँ ने उससे कहा നിന്റെ അമ്മ നിന്നെക്കാട്ടും സുന്ദരിയായിരുന്നു. तेरी ये मम्मी है ना, तुझसे भी सुंदर थी। പക്ഷെ ഒരു ദിവസം നീ കുഞ്ഞായിട്ട് കിടക്കുമ്പോ, നീ ജനിച്ച് പടുതി മുറിക്കകത്ത് കിടക്കുമ്പോ വീടിന് തീ പിടിച്ചു. लेकिन एक दिन जब तू बहुत छोटी थी हमारे घर पर आग लग गई थी। വീടിന് തീ പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് കാണുന്നത്, എല്ലാവരും പറഞ്ഞു അകത്ത് നീ ഉണ്ട്, ആരും കയറുന്നില്ല. और जब आग लग पड़ी थी बाद में पता चला कि तू अंदर है। लोगों ने कहा कि बच्ची अंदर है പക്ഷെ ഞാൻ അകത്ത് ഓടി കയറി. और कोई अंदर नहीं आ रहा था, लेकिन मैं अंदर आई മുറിയിൽ നിന്ന് എടുത്തുകൊണ്ട് നിന്നെ ഓടി ഞാൻ പുറത്തെത്തിച്ചു. और कमरे पर में से तुझे उठाया और दौड़कर बाहर जा रही थी। പക്ഷെ അപ്പോഴത്തേന് അമ്മയുടെ സാരിക്ക് തീ और പിടിച്ചിരുന്നു. तब तक उसकी साड़ी में आग लग गई थी, അമ്മ മൊത്തം വേണ്ടായി. वो पूरी जल गई। അങ്ങനെയാണ് എന്റെ സൗന്ദര്യം പോയത്. इस प्रकार मेरी सुंदरता खत्म हो गई। ഞാൻ വിരൂപയായത് കൊണ്ടാണ് നീ സുന്ദരിയായിട്ടിരിക്കുന്നത്. आज मैं कुरूप हूँ, उसी की वजह से तू सुंदर है। മാതാപിതാക്കൾ ജീവിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാ. माता पिता बच्चों के लिए जीते हैं, ഭൂരിപക്ഷം അങ്ങനെ. अधिकतर लोग ऐसे ही हैं। ശാപം വരും എന്ന് പറയാൻ കാര്യം എന്താ? ये शाप की बात मैं क्यों कह रहा हूँ? മക്കളെ ഓർത്തെങ്കിലും നല്ലതായിട്ട് നടക്കണം. कम से कम बच्चों के लिए अच्छी जिंदगी जरूर जब जिए। ശാപം വരുന്ന പാപങ്ങൾ ചെയ്യരുത്. आप शाप लाने वाले पाप न करें। ശാപം വരുന്ന കുറേ പാപങ്ങളുണ്ട്. शाप लाने वाले कई पाप हैं। അന്യദൈവ ആരാധനകൾ, गलत आराधनाएं മ്ലേച്ഛമായ ദുർമന്ത്രവാദങ്ങൾ, और तंत्र मंत्र जादू टोना इत्यादि, ലൈംഗിക പാപങ്ങൾ, और यौन पाप, വിധവന്മാരെയും ദരിദ്രരെയും പീഡിപ്പിക്കുന്നത്, और विधवाओं को, दरिद्रों को सताना, കൂലിക്കാരുടെ കൂലി നിലവിളിക്കുക, मजदूरों की मजदूरी पकड़ के रखना, ഇതെല്ലാം ശാപം വരുത്തും. ये सब शाप लेकर आता ശാപം है। എന്ന് പറയുന്ന കാര്യം ഉണ്ട് കേട്ടോ. और शाप भी एक चीज है, शाप वास्तविक चीज है। എൻ്റെ ഒരു സുഹൃത്ത് ഒരു അച്ഛന്റെ മകനാണ്. और मेरे അച്ഛൻ एक മീൻസ് പാതിരി. और मेरे एक जो दोस्त हैं वो एक पादरी के बेटे हैं। ആ പാതിരി ഒരു കാര്യം പറഞ്ഞു. पादरी ने एक बात कही, പാതിരിയൊക്കെ അവരുടെ സീനിയറായിട്ടിരിക്കുന്ന അവരുടെ പള്ളിയിൽ ഒരു സംഭവം നടന്നു. और वो जो फादर थे उनके कलीसिया के अंदर गिरजा घर में एक घटना घटी। അതൊരു എപ്പിസ്കോപ്പൽ ചർച്ചാണ്. और एक बड़ी कलीसिया, एपिस्कोपल कलीसिया है वो, അവര് കുഞ്ഞുങ്ങൾക്ക് ശിശുസ്നാനമുണ്ട്, और वहां पर बच्चों को भी बपतिस्मा दिया जाता है, മാമോദിസ എന്ന് പറയും. बच्चों का बपतिस्मा। അങ്ങനെ മാമോദിസ നടക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് രണ്ട് വീട്ടുകാർ തമ്മിൽ പള്ളി പ്രശ്നം ഉണ്ടായി. और जब ये शिशु बपतिस्मा होने जा रहा था तो उस कलीसिया के दो घरों के बीच में कोई झड़प हो गई। അപ്പൊ ഈ വീട്ടുകാർ തമ്മിലുള്ള പ്രശ്നത്തിൽ മാമോദിസ നടക്കാതിരിക്കാൻ വേണ്ടി മറ്റേ വീട്ടുകാർ ചെയ്ത ഒരു കാര്യം, ഈ മാമോദിസ തൊട്ടിൽ വന്നിട്ട് രാവിലെ അവര് ടോയ്ലറ്റിൽ പോയി. और या या घरों के लिए जहाँ पर जिस कुंड में इस बपतिस्मा की प्रक्रिया होने वाली थी वो आए और वहां पर भी കഴുകി. और उन्होंने कलीसिया के सब लोगों को बुलाया, इस कुंड को धोया, അതിനകത്ത് വെള്ളം ഒഴിച്ചു, उसमें जल भरा, മുട്ടുകുത്തി ഇന്ന് ഈ വെള്ളം കോരി കൈകൊണ്ട് കുടിച്ചു. और अपने
बपतिस्मा शुरू हुए। പക്ഷെ ഇന്ന് വരെ കേൾക്കുന്ന ഒരു ചരിത്രം, लेकिन आज तक एक इतिहास की जो उन वहां की बात मैं सुन रहा हूं ആർക്കെങ്കിലും ഒരാൾക്ക് അവിടെ മലദ്വാരത്തിൽ ക്യാൻസർ കാണും. कि वहां पर आने वाले हर एक के अंदर मल द्वार में कैंसर एक व्यक्ति को कम से कम जरूर होता ആ है। ഫാമിലിയിൽ ആർക്കെങ്കിലും उस परिवार के अंदर के एक व्यक्ति को जरूर होता है। ശാപമാ. शाप है ये। അപ്പൊ ശാപം വരുമെന്ന് പറഞ്ഞ് ശപിക്കാൻ വേണ്ടിയല്ല, तो शाप को भेजने की वजह शाप देने के लिए नहीं भेजा, शाप നന്മ ചെയ്യാൻ വേണ്ടിയാ, भलाई करने के लिए, തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയാ. बुराई से बचने के लिए। പക്ഷെ അകത്ത് കിടക്കുന്ന ഈ പാപം लेकिन अंदर ये जो पाप है उसकी वजह से वो आता है, ശാപം വന്നു. शाप आता है। ശിക്ഷ, ശാപം, മരണം മനുഷ്യനെ വേട്ടയാടി. सजा, शाप, मौत मनुष्य के पीछे लगी रही। എങ്ങനെ രക്ഷപ്പെടും? कैसे बचें? എങ്ങനെ രക്ഷപ്പെടും? कैसे बचें? പരിഹാരം എന്താ? क्या है उससे इलाज? क्या है उपचार? പരിഹാരം എന്താ? क्या है उपचार इसका? ശാപം. शाप। എൻ്റെ വീടിന് ഒരു ശാപത്തിന്റെ ലൈനേജ് ഉണ്ടായിരുന്നു. और मेरे घर में भी शाप की एक बड़ी परंपरा थी। എൻ്റെ ഫാദറിന്റെ ജ്യേഷ്ഠൻ വല്ലാതെ മദ്യപിച്ച് തകർന്ന് തരിപ്പണമായി പോയി. मेरे ताऊजी जो जी थे वो बहुत शराब पीते थे और वो नाश हो गए थे उसी शराब की वजह से। വളരെ ചെറുപ്പത്തിൽ വിദേശത്തൊക്കെ പോയിട്ട് ഒന്നും എങ്ങും എത്താതെ പോയി. अच्छी जवानी में वो विदेश वगैरह में गए लेकिन आखिर में अपना लक्ष्य भटक गए। അവസാനം ഞാൻ കാണുന്നത് മദ്യപിച്ച് വല്ലാതെ നടക്കുന്ന, और अंत में जब मैंने उनको देखा तो शराब के नशे में इतने धुत की जिंदगी खराब कर ली। എൻ്റെ ഗ്രാൻഡ് ഫാദറിന്റെ കൈ പിടിച്ചുകൊണ്ട് വരുമ്പോ എൻ്റെ അപ്പച്ചൻ എന്നോട് പറഞ്ഞൊരു വാക്ക് എനിക്ക് ഓർമ്മയുണ്ട്. और मेरे दादा के हाथ को पकड़ जब मैं आ रहा था तो दादा ने मुझसे एक बात कही थी। 9-10 വയസ്സുള്ളൊരു കുഞ്ഞ്. मैं 9-10 साल का था उस समय। എൻ്റെ അപ്പച്ചൻ എന്നോട് പറഞ്ഞു, दादा ने मुझसे कहा എൻ്റെ അപ്പന്റെ ജ്യേഷ്ഠൻ വല്യപ്പ ഇങ്ങനെ വരികയാ, कि ताऊजी जब ऐसे आ रहे हैं, ഇത് എന്റെ പ്രോബ്ലമാ. और कहा ये मेरी समस्या है उसमें, അപ്പച്ചന്റെ കുറ്റ. दादा की गलती थी ये। ഞാൻ ചോദിച്ചു, അപ്പച്ചൻ എന്ത് ചെയ്തു? അപ്പച്ച, तो मैंने कहा दादाजी आपने क्या किया? അപ്പച്ചൻ എസ്റ്റേറ്റിലായിരുന്നു. वो जो दादाजी तो एस्टेट में काम करते थे അവിടെ ഒരു വലിയ പ്രശ്നം ഉണ്ടായി. അവിടെ താമസിക്കുന്നവരെ കുടിയിറക്കുക. और वहां पे जो भी रह रहे थे उन सबों को वहां से उनका घर वगैरह वहां से उखाड़ा, उन्होंने हटाया। പല്ലും നോക്കിയിട്ട് ഒക്കാത്ത ആ കാര്യം അപ്പച്ചനെ ഏൽപ്പിച്ചു. और कई लोगों ने कोशिश करी वहां से मजदूरों को खदेड़ने की, नहीं हुआ तब दादा को ये जिम्मेदारी सौंपी। ഗുണ്ടകളുടെ സഹായത്തോടെ ഇറക്കി വിടുക. तो गुंडों की मदद से उन सबों को वहां से निकालने की कोशिश करी। ഒരു വീട്ടിൽ ചെന്നു. एक घर में पहुंचे। 80 വയസ്സ് മേലുള്ള ഒരു അമ്മ, वहां पर 80 साल की से भी ऊंची उम्र की एक माँ थी वहां। ഒരു കൊച്ചു കുടില്, एक छोटी झोपड़ी, ആ കുടിലിനകത്ത് ഒരു കൊച്ചു കുഞ്ഞ് കിടക്കുന്നു. और इस झोपड़ी में एक छोटा बच्चा भी लेटा है। ഭയങ്കര ക്ഷാമത്തിന്റെ കാലം. അടുപ്പിൽ ഇച്ചിരി അരി തിളയ്ക്കുന്നു. अकाल का समय था उस समय और थोड़ा चावल रसोई में पड़ा था। വീട് കുടിലിന് തീ വെച്ച് പോവാ. और वो झोपड़ी पे आग लगाने की फिराक में थे। ഈ അമ്മ പറഞ്ഞു, 3 ദിവസമായി കുഞ്ഞിന് അന്നം കൊടുത്തിട്ട്, ചോറ് കൊടുത്തിട്ട് ഇരന്ന് മേടിച്ച കഞ്ഞിയാ, ആ കഞ്ഞി ഒന്നും എടുത്തോണ്ട് ഞാൻ അങ്ങ് ഇറങ്ങിയേക്കാം. और माँ ने कहा 3 दिन हो गए बच्चे को कुछ खाना खिलाए, थोड़ा मोटा चावल पड़ा है बनाकर मैं उसे खिला दूं। എവിടെ കേൾക്കാൻ? उन्होंने नहीं सुनी। കാല് മടക്കി കഞ്ഞിക്കലത്തെ തൊഴിച്ചു. उन्होंने उस चावल के बर्तन पे ठोकर मारी അത് തെറിച്ച് കുഞ്ഞിന്റെ ദേഹത്ത് വീണു. और वो सीधा उस बच्चे के शरीर पर ആ गिरा। കുഞ്ഞിനെ എടുത്തോണ്ട് അമ്മ പുറത്തിറങ്ങുന്നതിന് മുമ്പ് പെരയ്ക്ക് തീയിട്ടു. और उस बच्चे को लेकर माँ घर से बाहर निकली तब तक आग लगा दी उन्होंने। ആളിക്കത്തുന്ന തീക്ക് മുമ്പ് നിന്നുകൊണ്ട് അമ്മ ശപിച്ചു, നിന്റെ സന്തതി വെള്ളം ഇറങ്ങിച്ചാകത്ത്. और उसी जलती हुई झोपड़ी के सामने माँ ने शाप दिया कि तेरे बेटे भी अब इस प्रकार के शाप में आ जाएंगे। രക്ഷിക്കപ്പെടാതെ പോയ എൻ്റെ അപ്പൻ ജ്യേഷ്ഠൻ എൻ്റെ കൈ കിടന്ന് വെള്ളം ഇറങ്ങാതെ മരിച്ചതാ. और जो जिन्होंने उद्धार नहीं पाए थे वो ताऊजी मेरे ही सामने बिन पानी पिए वो मौत के गोश में समा गए। അതെനിക്ക് പ്രായം 10-22. उस समय मैं करीब 22 साल का था। मैं എൻ്റെ കൈ കിടന്ന് മരിച്ചു. मेरे हाथ में उन्होंने अपनी जान छोड़ी थी। ആ അമ്മയുടെ ശാപമാ. एक ऐसा शाप भी है। ശാപം ഉണ്ടെന്നൊക്കെ ചോദിച്ചാൽ ശാപമുണ്ട്. शाप यदि आप पूछे शाप है तो शाप है। അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് എന്താ ഇനി പരിഹാരം? तो इसका इलाज क्या है? യാഗം ചെയ്യാൻ തുടങ്ങി. സാക്രിഫൈസസ്. बलिदान शुरू हुए, बलियां शुरू हुई। എന്താണ് യാഗം? बलि क्या है? നമ്മുടെ പകരം മറ്റൊരാൾ മരിക്കുന്ന. हमारी जगह पर कोई और मरता है। ഞാൻ ആ ഗോസ്പലിനെ ഏറ്റവും ലളിതമാക്കി പറയാം. मैं सुसमाचार को बिल्कुल सरल शब्दों में बता रहा हूँ। നമുക്ക് പകരം ഒരാൾ മരിക്കുക. हमारी जगह पर कोई और मरता है। നമ്മൾ പാപം ചെയ്യുന്നു, പരിഹാരം ചെയ്യുന്നു. हम पाप करते हैं, कोई और इलाज करता है। പക്ഷെ ഒരു പ്രശ്നമുണ്ട്. लेकिन उसकी एक समस्या है, വീണ്ടും പാപം ചെയ്യും, दोबारा पाप करते हैं हम, വീണ്ടും പരിഹാരം ചെയ്യണം. फिर हम उसका इलाज करवाते हैं। പരിഹാരത്തിന്റെ എക്സ്പയറി അടുത്ത പാപം വരെയാ. और समाधान की जो एक्सपायरी डेट है अगले पाप तक ही होती है। ചിലതിന്
ഒരു വർഷത്തെ ഗ്യാരണ്ടി. कईयों की गारंटी 1 साल की होती है। ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷയും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിക്കുന്നു എന്ന് ഇബ്രാഹിം ലേഖനം പറയുന്നു. और इब्रानियों की पत्री में लिखा हुआ है कि जो याजक है कि ऐसे पापों की बलियां चढ़ाता रहता है जिसके बारे में उसको खुद पता है कि उसका इलाज नहीं होगा और बार बार वो चढ़ाता തരത്തിലുള്ള भी देखते हैं। യാഗം ചെയ്യണമെങ്കിൽ പുരോഹിതൻ വേണം. और इस बलि को चढ़ाने के लिए याजक की आवश्यकता है। അങ്ങനെയാണ് ഈ പൗരോഹിത്യ മതങ്ങൾ വരുന്നത്. और ऐसे याजकीय धर्म पुरोहितीय के धर्म आए, धर्मों में पुरोहित शब्द आया। പൗരസ്ത്യ മതങ്ങൾ, ഇന്ത്യൻ മതങ്ങൾ ഉൾപ്പെടെ എല്ലാം പൗരോഹിത്യ മതങ്ങളുടെ ഒരു അതിന്റെ ഒരു അധീശത്വം അവിടെ കാണാൻ കഴിയും. और हम देख सकते हैं कि कितने ही धर्म है जहां पर बलियां इत्यादि होना वो शुरू हो गई थी, वहां पे पुरोहित, याजक इत्यादि, मुनि इत्यादि इन सब में आगे आने लगे। മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് പുരോഹിതൻ യാഗം ചെയ്യണം. मनुष्य के पाप के इलाज के लिए, समाधान के लिए याजक आकर बलि चढ़ाए। പഴയ നിയമത്തിൽ കാണുന്ന പുരോഹിതൻ അതിന്റെ മാംസം കഴിക്കാം. और पुराने नियम में देखते हैं कि याजक उस मांस को खा सकता है। അങ്ങനെ മാംസം കഴിച്ച് പുരോഹിതൻ നന്നായി ജനം ക്ഷീണിച്ചു. ऐसे मांस खा खा के याजक मोटा हो गया, लोग पतले होते गए। കാറൽ മാർക്സ് പറയുന്നു മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്. കാറൽ മാർക്സ് പറഞ്ഞു മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്. और कार्ल मार्क्स कहता है कि ये जो पाप जो है മനുഷ്യനെ ഒരുതരം ഒപ്പിയാണ്. മനുഷ്യനെ उसको वो सोखता रहता है, उसको वो संकुचित करता रहता है। എന്താണ് മതം എപ്പോഴും പറയുന്നത് പരിഹാര പ്രക്രിയയാണ്. धर्म हमेशा मनुष्य को सोखता रहता है, वो हमेशा कुछ ना कुछ करने को कहता रहता है। പരിഹാര പ്രക്രിയ ഭയങ്കര ചെലവേറിയതാണ്. जो समाधान की प्रक्रियाएं, समाधान करने के इलाज बहुत महंगे, बहुत खर्चीले होते हैं। സാധാ മനുഷ്യന് അത് അഫോർഡ് ചെയ്യാനൊക്കെ एक आम व्यक्ति उन सबों को नहीं कर पाता है। യേശു കർത്താവിന്റെ കാലമായപ്പോൾ തന്നെ ഇവര് ദൂരെ നാടൊക്കെ ആയിട്ട് വരുമ്പോൾ ബിനാമികൾ, പുരോഹിതന്മാരുടെ ബിനാമികൾ പറയും ഈ ആട് കൊള്ളത്തില്ല. और यीशु मसीह के समय में जब भी ये लोग वहां से अपने अपने जानवर लेकर आते तो याजक कहते ये जानवर सही नहीं है, ഇത് കൊള്ളത്തില്ല, ये योग्य नहीं है, ഇതിന് വേറെ ആട് വേണം. उसके लिए दूसरी भेड़ चाहिए। പാവത്തിനും പോയി ആടിനെയും കൊണ്ട് വരാൻ ഒക്കില്ല. तो अब पाप परिहार के उस समाधान के लिए जाकर दोबारा ला नहीं सकते हैं। അപ്പൊ അവര് പറയും ഈ ആട് ഞങ്ങളുടെ ഉണ്ട്, പക്ഷെ ഞങ്ങൾ ചോദിക്കുന്ന വില. और तब वो कहता कोई बात नहीं, घबराओ नहीं, हमारे पास में भेड़ है, लेकिन कीमत जो हम मांगेंगे देनी पड़ेगी। അതുകൊണ്ടാണ് യേശു അതിനെല്ലാം മറിച്ചിട്ട് അടിച്ചോടിക്കുന്നത്. इसीलिए यीशु मसीह मंदिर में जाकर सबको भगाते हैं वहां से। അങ്ങനെ മതത്തിന്റെ ചൂഷണം വന്നു. ऐसे वहां पे धर्म का शोषण आया, മതങ്ങൾ മനുഷ്യനെ ചൂഷണം ചെയ്യാൻ തുടങ്ങി. धर्म ने मनुष्य का शोषण करना शुरू किया। മനുഷ്യൻ നിലവിളിച്ചു, मनुष्य ने पुकारना शुरू അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, എന്നെ ആര് രക്ഷിക്കും? कि मैं अभागा मनुष्य, मुझे कौन बचाएगा? ആരെന്നെ രക്ഷിക്കും? कौन मुझे बचाएगा? ആര് രക്ഷിക്കും? कौन बचाएगा? ആ നിലവിളിക്ക് മുമ്പിൽ ദൈവം അയച്ചു उसी पुकार को सुनकर परमेश्वर ने भेजा തന്റെ ഏകജാതനായ പുത്രനെ. अपने इकलौते बेटे को। ദൈവം മനുഷ്യനായി. परमेश्वर मनुष्य बना। പ്രിയരേ, ലോകം കണ്ട ഏറ്റവും വലിയ അത്ഭുതം ദൈവം മനുഷ്യനായത്. दुनिया का सबसे बड़ा चमत्कार परमेश्वर का मनुष्य बनना था। സർവശക്തനും സർവ്വവ്യാപിയും സർവ്വജ്ഞാനിയുമായ ദൈവം താണ്ട് പരിമിതപ്പെട്ടു മനുഷ്യനായി. सर्वशक्तिशाली जो सर्वव्यापी था, सो वो उन सभी मनुष्यों के समान सीमित हो गया। ദൈവം മനുഷ്യനായി. परमेश्वर मनुष्य बन गया। ദൈവം മനുഷ്യനായത് ചെറിയ കാര്യമാണോ? परमेश्वर का मनुष्य बनना छोटी बात नहीं है। നമ്മളെ പോലെ കൊച്ചു മനുഷ്യൻ हमारी तरह छोटा व्यक्ति बन गया। 30 വയസ്സ് വരെ മാതാപിതാക്കൾ കീഴ്പ്പെട്ട് ജീവിച്ചു. 30 साल तक अपने माता पिता के अधीन रहा। 3.5 വർഷക്കാലം ശുശ്രൂഷ ചെയ്തു. 3.5 साल की सेवकाई की, നന്മ മാത്രം ചെയ്തു. നന്മ മാത്രം. भलाई करता रहा। 33 വയസ്സിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. 33.5 साल में उसने उस जिंदगी के अंत की ओर आता है। അന്ന് ഇസ്രായേൽ ഭരിച്ചിരുന്ന റോമാക്കാരും ഇസ്രായേൽ യഹൂദന്മാരുടെ ചേവകന്മാരും കൂടെ കൂടി യേശുവിനെ അറസ്റ്റ് ചെയ്തു. और उस समय रोम जो वहां पे राज कर रहा था, उन्होंने मिलकर यीशु मसीह को गिरफ्तार किया। അറസ്റ്റ് ചെയ്തിട്ട് അന്ന് രാത്രി മതകോടതി വിസ്തരിച്ചു. और गिरफ्तार करके वहां के धार्मिक न्यायालय में उस पर मुकदमा चलाया। അന്നാസും കയ്യഫാവും സന്നദ്ധി സംഘവും हन्ना, कैफा और सन्नेद्रिन के संघ ने എല്ലാവരും നോക്കിയിട്ട് പറഞ്ഞു सब വീണ്ടും രാഷ്ട്രീയ കോടതിയിൽ പീലാത്തോസിന്റെ അടുക്ക കൊണ്ടുവന്നു. और सबने कोशिश करने के बाद में कहा कि इसको राजनीतिक न्यायालय पिलातुस के सामने लेकर जाना है। പീലാത്തോസ് ഹെരോദാസിന്റെ അടുക്ക വിട്ടു. और पिलातुस ने हेरोदेस के पास भेजा। ഹെരോദാസ് വീണ്ടും പീലാത്തോസിന്റെ അടുക്ക വിട്ടു. हेरोदेस ने वापस पिलातुस के पास। 6 കോടതി. इस प्रकार 6 न्यायालयों में എല്ലാവരും പരിശോധിച്ചിട്ട് सबने जांचा। പീലാത്തോസ് ഒരു വിധി പറഞ്ഞു. पिलातुस ने एक सजा सुनाई।
എന്താണ് വിധി പറഞ്ഞത്? वो क्या न्याय सुनाया? ഈ നിൽക്കുന്ന മനുഷ്യനിൽ ഞാനൊരു തെറ്റും കാണുന്നില്ല. इसमें मैं कोई दोष नहीं पाता हूँ। ഈ നിൽക്കുന്ന മനുഷ്യനിൽ ഞാനൊരു തെറ്റും इस കാണുന്നില്ല. मनुष्य में मैं कोई पाप नहीं, दोष नहीं पाता हूँ। യോഹന്നാൻ 18-19 അധ്യായങ്ങൾ അത് ആവർത്തിച്ച് പറയുന്നു. यूहन्ना 18 के 19 में उस शब्द को दोहराकर कहा गया है, ഈ നിൽക്കുന്ന പ്രതിയിൽ ഞാനൊരു തെറ്റും കാണുന്നില്ല. इस व्यक्ति में मुझे कोई दोष नहीं मिला, ഞാനൊരു തെറ്റും കാണുന്നില്ല. इसमें कोई दोष नहीं है। എന്ന് പറഞ്ഞ അതിനർത്ഥം I find no guilt in him. उसमें कोई दोष मुझे नहीं मिला। God says I have find any guilt in this person. न्यायालय ने खुद कहा कि इसमें मुझे कोई दोष नहीं मिला, ഒരു കുറ്റവും കാണുന്നില്ല. एक भी दोष नहीं मिला। അങ്ങനെ ഒരു കോടതി പറഞ്ഞ ऐसे यदि कोई न्यायालय में कोई कहे അതിന് ബാക്കി എന്തായിരിക്കും? तो उसके बाद में क्या होगी प्रक्रिया? കോടതി പറയണം, न्यायालय क्या ऐसा कहेगी ഞാൻ ഈ പ്രതിയെ വെറുതെ വിടുന്നു, कि मैं इस व्यक्ति को छोड़ देता हूं, ഞാൻ ഈ പ്രതിയെ വെറുതെ വിടുന്നു. मैं इस व्यक्ति को छोड़ रहा हूं? ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു കോടതി പറയുന്നു. लेकिन इतिहास में पहली बार एक न्यायालय कहती है। കുഞ്ഞുങ്ങളെ, കോടതിയുടെ ബേസ് എന്താണ്? न्यायालय का आधार क्या है? 1000 കുറ്റവാളി രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത്. वहां का नियम है कि हजारों, यदि कोई निर्दोष है एक भी उसके ऊपर सजा न കോടതി पड़े, പറയുന്നു, चाहे हजारों बच जाए। കോടതി പറയുന്നു, न्यायालय कहते ഞാൻ हैं ഈ നിൽക്കുന്ന പ്രതിയിൽ ഒരു തെറ്റും കാണുന്നില്ല. कि इसमें कोई गलती, दोष में नहीं पाता। പക്ഷെ കോടതി അതുകൊണ്ട് തന്നെ लेकिन न्यायालय कैसे न कैसे कोई दोष डालना है उसमें। പക്ഷെ പറയുന്നു കുറ്റമില്ല, അടുപ്പിക്കാം. लेकिन उन्होंने क्या कहा? दोष नहीं है, पिटवाओ तो भी। ഇത് കേട്ട താമസം കേൾക്കാത്ത താമസം റോമൻ പട്ടാളക്കാർ യേശുവിനെ കുനിച്ചു നിർത്തി റോമൻ ചാട്ടകൾ കൊണ്ടടിക്കാൻ. और सुनते ही सैनिकों ने यीशु को पकड़ लिया और कोड़े मारना शुरू किया। റോമൻ ചാട്ടകൾക്ക് പല ലെയർ ഉണ്ട്, അത് ആഞ്ഞു വീഴാൻ തുടങ്ങി. और रोमी कोड़े जो अलग कई परतों में बने होते हैं, उसके पीठ पर गिरने लगे। യേശു കർത്താവിന്റെ പുറം ഉഴുവുചാലുകൾ പോലെ കീറി. और यीशु मसीह की पीठ को एक खेत के समान, जुते हुए खेत के समान खोद दिया गया। ഉഴുവുകാർ അവന്റെ പുറകെ ഉഴുവുചാലുകൾ പോലെ കീറി. और लहू उसके पीठ में से एक खुदे हुए हल के समान, खेत के समान बहने लगा। അവർ യേശു കർത്താവിനെ മുൾക്കിരീടം ധരിപ്പിച്ച് പുറത്തു കൊണ്ടുവന്നു. उन्होंने यीशु को कांटों का ताज पहनाया और बाहर लेकर आए। പീലാത്തോസ് യേശുവിനെ പരിചയപ്പെടുത്തി. और पिलातुस ने यीशु का परिचय करवाया। Behold that man, ആ മനുഷ്യനിതാ. वो ये है वो मनुष्य। ലോകത്തിന് പരിചയപ്പെടുത്തിയത് വിജാതീയനായ പീലാത്തോസ്. और एक गैर यहूदी व्यक्ति पिलातुस यीशु का परिचय दुनिया को करवा रहा है। Behold that man, ये है वो मनुष्य ഒരു കുറ്റമില്ലാത്ത മനുഷ്യൻ, जिसमें कोई दोष नहीं है, പക്ഷെ അടിക്കപ്പെട്ട് നിൽക്കുക. लेकिन पिटाई हो चुकी है। എന്തിനാ അടിക്കപ്പെട്ടെന്നറിയോ? क्यों उन्होंने मार खाई? Romans chapter 8 verse 1, there shall no condemnation for those who are in Christ Jesus. ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ശിക്ഷാവിധിയില്ല. और 8 के 1 में रोमियो में लिखा हुआ है कि यदि कोई मसीह में है तो उनमें कोई दंड नहीं। ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ശിക്ഷാവിധിയില്ല. आज जो मसीह में है उन पर दंड नहीं। There shall no condemnation for those who are in Christ Jesus. यीशु मसीह में जो है उन पर कोई दंड नहीं। ഒരുവൻ ക്രിസ്തുവിലായാൽ, यदि कोई मसीह में आ जाता है। ക്രിസ്തുവിലാകുന്നത് എങ്ങനെയാ? मसीह में कैसे आते हैं? Romans chapter 10:9, रोमियो 10:9, കർത്താവായ യേശുക്രിസ്തുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഗൊണ്ട് ഏറ്റു പറയുമ്പോൾ, प्रभु यीशु मसीह के नाम पर विश्वास जो अपने मुंह से विश्वास दिल से करता है और मुंह से अंगीकार करता है, അവൻ രക്ഷിക്കപ്പെടും. वो उद्धार पाता അന്നത് है। വില കൊടുക്കുന്ന ഒരു കാര്യമാണ്. और एक कीमती चीज है ये। അന്നത് പറഞ്ഞാൽ മരണമായിരുന്നു. അതത് യേശുവാണ് കർത്താവ് എന്ന് പറഞ്ഞാൽ മരണമായിരുന്നു. और वो वहां पे यीशु के लिए वो कीमत उसकी मौत, यीशु की मौत थी। സമാനമായ ഒരു പ്രതിസന്ധി കൂടെ ഇന്ത്യൻ ക്രിസ്ത്യൻസ് കടന്നു പോകുകയാണ്. और ऐसे ही एक हालात में से आज भारत की कलीसिया होकर जा रही है। യേശുവാണ് കർത്താവ് എന്ന് വിളിക്കുന്ന വാഗൊണ്ട് മറ്റു പലതും വിളിക്കപ്പെടാൻ നിർബന്ധിക്കപ്പെടുന്നു. और यहाँ पर यीशु को प्रभु जो जिन मुंह से अंगीकार कर रहे थे, आज उसी मुंह से बहुत कुछों को अंगीकार करने के लिए मजबूर किया जा रहा है। സെയിം സിറ്റുവേഷൻ നമ്മളും പോകുകയാണ്. आज भी हम ऐसे ही हालात में से होकर गुजर रहे हैं। സെയിം സിറ്റുവേഷൻ. वही हालात है। പക്ഷെ അങ്ങനെ പറഞ്ഞാൽ എന്ത് സംഭവിക്കും? लेकिन होगा क्या, उसका असर क्या होगा? നീ രക്ഷിക്കപ്പെടും, वो उद्धार पाएंगे, ക്രിസ്തുവിലാകും. वो मसीह में आ जाएगा। പിശാച് കൊണ്ടുവന്ന് പറയും, ഇന്ന ദിവസം ഇത്ര മാസം ഇന്ന കുറ്റം ചെയ്തു. और शैतान आकर कहेगा कि इस दिन इस तारीख को इस समय में ये गलत किया, ये पाप किया, ഇന്ന ന്യായപ്രമാണ പ്രകാരം ശിക്ഷ കൊടുക്കണം. इस व्यवस्था के आधार पर इसको ये सजा सुनाई जाए.
ക്രിസ്തു പറയും ശിക്ഷ കൊടുക്കണം, मसीह कहेगा क्या सजा दें, ശിക്ഷ കൊടുക്കണം. सजा दें, തെറ്റ് ചെയ്തവൻ ശിക്ഷ കൊടുക്കണം. गलत जिसने गलती की है उसको सजा देनी है. പക്ഷെ ഒരു പ്രശ്നം, लेकिन एक दिक्कत है, അവൻ എന്നിലായി, वो मुझ में हो गया है, അവന്റെ ശിക്ഷ എന്റെ മേലായി, उसका दंड मुझ पर आ गया है, അവൻ രക്ഷ സ്വതന്ത്രനാക്കപ്പെട്ടു. वो अब आजाद है. ഒരു തെറ്റിന് രണ്ട് ശിക്ഷയില്ല. एक व्यक्ति को एक चीज में दो सजा नहीं मिलती, അവന്റെ ശിക്ഷ എന്റെ മേലായി, उसकी सजा मुझ पर आ गई, അവൻ സ്വതന്ത്രനായി. वो സ്വതंत्र हो गया. ഇതാണ് ക്രിസ്തുവിൽ ക്രൂശിൽ നടന്നത്. ये है यीशु के क्रूस पर हुआ, അതാണ് ക്രൂശിന്റെ വചനം. यही क्रूस का वचन है. എനിക്ക് പകരം അവൻ ശിക്ഷ ഏറ്റു. मेरे बदले में उसने सजा सह ली. അവര് പറഞ്ഞു പോരാ, उसने कहा इतना ही नहीं, ഇവൻ ക്രൂശിക്കപ്പെടണം, एक क्रूस पर चढ़ाओ, അവനെ ക്രൂശിൽ തറച്ച് കൊല്ലണം, उसे क्रूस पर चढ़ा दो, ക്രൂശിൽ തറച്ച് കൊല്ലണം. क्रूस पर इसे चढ़ा दो. പിലാത്തോസ് വീണ്ടും ഒരു മാർഗം നോക്കി. पिलातुस ने फिर कोई एक और उपाय ढूंढा. ബറബ്ബാസ് എന്ന വ്യക്തിയെ കൊണ്ടു നിർത്തി. बरब्बा नामक व्यक्ति को वहां लाकर खड़ा किया, ബറബ്ബാസിനെ കൊണ്ടു നിർത്തി. बरब्बा को लाकर खड़ा किया. അവരെല്ലാ പെരുന്നാളിനും ഒരാളെ വെറുതെ വിട്ടുകൊടുക്കും. और हर पर्व में एक व्यक्ति को वहां छोड़ा जाता था. ഇന്ത്യൻ സിനാരിയിലും ഉണ്ട്, റിപ്പബ്ലിക് ഡേക്കൊക്കെ ആൾക്കാരെ വെറുതെ വിടും. और भारत में भी ऐसा होता है, गणतंत्र दिवस में कुछ लोगों को, कैदियों को, दोषियों को मुक्त करते हैं. അവിടെ പെരുന്നാളിന് വെറുതെ വിടും. वहां पर पर्वों में व्यक्ति को मुक्त किया जाता था. രണ്ടുപേരെ കൊണ്ടു നിർത്തി. दोनों को वहां पे खड़ा किया. ഒന്ന് ക്രിസ്തു, एक यीशु मसीह, പിതാവാം ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ. पिता परमेश्वर का इकलौता बेटा. മറ്റൊന്ന് ബറബ്ബാസ്. दूसरा बरब्बा. ബറബ്ബാസ്, बरब्बा, ബറബ്ബാസ്. बरब्बा. എന്താണ് ബറബ്ബാസ്? बरब्बा कौन है? അബ്ബായുടെ മകൻ, अब्बा का बेटा. എല്ലാവരുടെയും പ്രതിനിധി, वो हर एक वहां के व्यक्तियों का प्रतिनिधि, നമ്മുടെ എല്ലാം പ്രതിനിധി ബറബ്ബാസ്. हम सबों का प्रतिनिधि बरब्बा. ഇപ്പുറത്താരാ? इस साइड में कौन खड़ा है? ഏകജാതനായ യേശു. यीशु, जो एकलौता यीशु. ആരെ വേണം? आप किसको चाहते हैं? ആരെ വേണം? आप किसको चाहते हैं? ആരെ വേണം? किसे छोड़े? അവര് പറഞ്ഞു उन्होंने कहा അവനെ ക്രൂശിക്ക, इसे क्रूस पर चढ़ाओ, യേശുവിനെ ക്രൂശിക്ക, यीशु को क्रूस पर चढ़ाओ അവനെ വിട്ടു തരിക. और इसे छोड़ दो, ബറബ്ബാസിനെ വിട്ടു. बरब्बा को छोड़ दो. യേശുവിനെ ക്രൂശി എടുത്തുകൊണ്ട് വീടാൻ ഗദാസമ്പലിലേക്ക് और കൊണ്ടുപോയി. यीशु को क्रूस के साथ उस गुलगुता की ओर लेकर चले गए. പ്രിയരെ, ഞാൻ ഈ ബറബ്ബാസിന്റെ പുറകെ പോയി. और मैं बरब्बा के पीछे गया, ബറബ്ബാസ് കരഞ്ഞുകൊണ്ട് പോകുകയാ. और बरब्बा भी वहां से जा रहा था. എന്തിനാ എന്നെ വിട്ടേ? और मेरे को क्यों उसने छोड़ा? അടുത്ത ദിവസം ഒരു പക്ഷേ ക്രൂശിക്കപ്പെടേണ്ടവനാ. अगले दिन शायद मुझे भी क्रूस पर चढ़ना था, എന്നെ എന്തിനാ വിട്ടേ? मुझे छोड़ क्यों दिया? അവൻ തിരിഞ്ഞു നോക്കി പോകുമ്പോൾ ഒരാൾ ഇങ്ങനെ കുരിശു എടുത്തുകൊണ്ട് പോകുകയാ. और जब उसने मुड़कर देखा तो देखा कि क्रूस चढ़ा लेकर कोई जा रहा है. വീട്ടിൽ ചെന്നു, वो घर पहुंचा, ബെല്ലടിച്ചു, घंटी बजाई, കുഞ്ഞു വന്നു. बच्चा आया. അപ്പാ, अपा, അമ്മ പറഞ്ഞു ചുമ്മാതെ നീ പറ. अरे मम्मी ने कहा कि तू ऐसा मत बोल, അപ്പ ജയിലില്ല. ओ पापा तो तेरे जेल में है. അടുത്ത ദിവസം തന്റെ ക്രൂശീകരണമാ. और अगले दिन उसको क्रूस पर അല്ല चढ़ाएंगे. അപ്പാ. नहीं पापा है. എല്ലാരും വന്നു, सब लोग आए, എല്ലാരും വന്നു. सब लोग आए. നിനക്ക് എന്ത് പറ്റി? क्या हुआ? എങ്ങനെ വന്നേ? आप कैसे आए? എന്ത് സംഭവിച്ചു? क्या हुआ? അവൻ കരയ്യ. वो रो रहा है, എന്ത് പറ്റിയെന്ന് അറിയില്ല. उसे नहीं पता क्या हुआ. പക്ഷെ ഒന്നെനിക്കറിയാം, लेकिन एक बात पता है, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ അവൻ അങ്ങോട്ട് പോയി. जब मैं इधर आया तो वो उधर जा रहा था, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ അവൻ അങ്ങോട്ട് പോയി. जब मैं इधर आ रहा था तो वो उधर जा रहा था. ഞാനോ കവർച്ചക്കാരൻ, मैं जो डाकू हूँ, കലഹക്കാരൻ, मैं जो गलती करने वाला, കൊള്ളിവെപ്പിൽ പിടിക്കപ്പെട്ടവൻ. मैं उसी डाकू की वजह से मैं पकड़ा गया. അവൻ ഒരു തെറ്റും ചെയ്യാത്തവൻ, उसने कोई गलती नहीं ഒരു की, തെറ്റും ചെയ്യാത്തവൻ. कोई गलती नहीं की उसने. അവൻ എനിക്ക് പകരം അങ്ങോട്ട് പോയി. वो मेरे बदले में वहां गया, അവൻ എനിക്ക് പകരം അങ്ങോട്ട് പോയി. मेरे बदले में वो वहां गया. കുരിശു എടുത്തുകൊണ്ട് പോകുകയാ. क्रूस उठाकर वो चल पड़ा. ഹല്ലേലൂയ. हालेलुया. പകരക്കാരൻ പോകുകയാ. बदले में वो जा रहा है. ഹല്ലേലൂയ. हालेलुया. മലയാളത്തിലൊരു നല്ല പാട്ടുണ്ട്. मलयालम में एक अच्छा गीत है. കുരിശും നിജ തോളിലിടു ഒരുവൻ ഗിരിമേ കയറി പോകുന്ന കാഴ്ച കാൺമീ. കുരിശും നിജ തോളിലിടു ഒരുവൻ ഗിരിമേ കയറി പോകുന്ന കാഴ്ച കാൺമീൻ. देखिए वो दृश्य कि कैसे वो अपने कांधे पर क्रूस उठा, पहाड़ी पर चढ़ता चला गया. പോകുകയാ. वो क्रूस उठाकर चल पड़ा. കുരിശിന്റെ പുറത്ത് കെട്ടിവെച്ചേക്ക. उसके ऊपर क्रूस को रखा हुआ था. അടിയിൽ പലപ്പോഴും വീണു. और कई बार वो नीचे गिरा, ചിലപ്പോൾ मार കൈകൾ पड़ी. കെട്ടപ്പെട്ടിരിക്കാം. उसके दोनों കൈകൾ കെട്ടപ്പെട്ടിരിക്കാം. हाथ उसके बंधे होंगे.
അങ്ങനെയാണെങ്കിൽ വീഴുമ്പോൾ കൈ കുത്തണമെന്നില്ല. और यदि जब ऐसा है तो जब गिरते वक्त जरूरी नहीं कि हाथ से खुद को बचा सके। ഓരോ വീഴ്ചയിലും കുരിശ് പുറത്തിരിക്കുകയാണെങ്കിൽ മുമ്പോട്ടേ വീഴത്തുള്ളൂ. और जब जब वो गिरता तो क्योंकि क्रूस पीछे है वो औंधे मुंह ही गिरता। ദൈവം മനുഷ്യനായവൻ വീഴുകയാ. परमेश्वर जो मनुष्य बन गया गिर रहा है, വീണ് വികൃതമായി. वो गिरकर कुरूप हो गया। ഒരു ബൈക്കിൽ നിന്ന് വീണാൽ തന്നെ നമ്മളെ കണ്ടാ അറിയത്തില്ല മുഖം അടിച്ചാ. एक बाइक से जब हम गिरते हैं मुंह लगता है तो बिल्कुल समझ में नहीं आता कौन कैसा हमारा चेहरा होता അവനെ है। കണ്ടാൽ ആളറിയാത്തവനായി മാറി. और उस यीशु का रूप ऐसा हुआ कि वो मनुष्य नहीं लग रहा था। എന്തിനാ അവൻ വിരൂപനായേ? वो कैसे कुरूप बना? ഞാൻ കണ്ടിട്ടുണ്ട് സുന്ദര മക്കള്. मैंने सुंदर बच्चों को देखा है, സുന്ദര മക്കള്. सुंदर बच्चों को, എന്നോ സൗന്ദര്യ. कितनी सुंदरता है उनमें। പക്ഷെ ഇന്ന് മുഖത്ത് നോക്കിയാ लेकिन आज जब उनके चेहरों को കണ്ണു देखें, കുഴിഞ്ഞിരിക്കുന്നു, उनके आंखें गड़ी हुई हैं, മുഖം വികൃതമായിരിക്കുന്നു, वो पूरा मुंह बदरूप हुआ पड़ा है, മുടിയെല്ലാം വല്ലാതിരിക്കുന്നു. उनके बाल झड़े पड़े हैं। പാപം അവനെ വൈരൂപ്യപ്പെടുത്തി. पाप ने उन्हें विकलांग कर दिया। പക്ഷെ പാപത്തിന്റെ വൈരൂപ്യം മാറ്റാൻ അവൻ വിരൂപപ്പെട്ടു. लेकिन उसी पाप की बदरूपता को हटाने के लिए वो बदरूप हो गया। എന്തിനാ? क्यों? പാപത്തിന്റെ വൈരൂപ്യം മാറ്റാൻ, पाप के बदरूपता को दूर करने, രോഗത്തിന്റെ വൈരൂപ്യം മാറ്റാൻ रोग की विकलांगता को हटाने के लिए അവൻ വിരൂപനായി. वो बदरूप हो गया। അവർ അവനെ ക്രൂശിൽ തറച്ചു. उसे क्रूस पर चढ़ा दिया। എന്തിനാ ക്രൂശിൽ തറച്ചേ? क्यों क्रूस पर चढ़ाया? ക്രൂശ് മരണം നീച മരണമാ. क्रूस की मृत्यु एक शाप की मृत्यु है। അവർ യേശുവിനെ രണ്ട് കള്ളന്മാരുടെ നടുവിൽ ക്രൂശിച്ചു. दो डाकुओं के बीच में यीशु को क्रूस पर चढ़ाया। എന്തിനാ യേശുവിനെ നടുക്ക് ക്രൂശിച്ചേ? बीच में क्यों चढ़ाया यीशु को? അവർക്ക് അറിയാൻ വയ്യാത്തൊരു കാര്യം ഉണ്ടായിരുന്നു. उनको नहीं पता था एक बात वहां पे थी, അവരുടെ സ്ഥാനം എപ്പോഴും നടുക്കാ. उसकी जगह हमेशा बीच में ही होती है। തൃത്വത്തിന്റെ നടുക്ക്, वो त्रिएक में बीच में, ദൈവത്തിന്റെ മനുഷ്യന്റെ നടുക്ക്, परमेश्वर मनुष्य के भी बीच में, ഏക മധ്യസ്ഥനായി നടുക്ക്, केवल सबका बिचवई बीच में, കാലഘട്ടത്തിന്റെ AD എന്നും BC എന്നും തിരിച്ചുകൊണ്ട് നടക്ക്. और ईसा पूर्व ईस्वी सन समय के बीच में। പ്രിയരെ, പോരാ, 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയ അവരുടെ നടുക്ക്. इतना ही नहीं प्रियो, सुनिएगा, 2 या 3 मेरे नाम से जहां इकट्ठे हो उनके भी बीच में। യഹൂദന്മാരെ പേടിച്ച് ശിഷ്യന്മാർ വാതിൽ അടച്ചിരിക്കുക, യേശുദാനും കതക് തുറക്കാതെ അവിടെ നടുക്ക്. यहूदियों से डरकर जब चेले अंदर बंद पड़े थे तो जब वहां यीशु पहुंचा उनके भी बीच में। യേശുവിന്റെ സ്ഥാനം എപ്പോഴും നടുക്കാ. यीशु की जगह हमेशा बीच में ही होती है। കള്ളന്മാരുടെ നടുക്ക്. तो डाकुओं के बीच में യേശു മരിച്ചു. यीशु मरा, യേശു സ്വന്തം തോളിൽ തലചായ്ച്ച് മരിച്ചു. और यीशु खुद के कांधे पर सिर सटा मर गया। യേശു ദൈവം മരിക്കുവോ? क्या परमेश्वर मरता है? ദൈവം മരിക്കുവോ? क्या परमेश्वर मरता है? Can God die? क्या परमेश्वर मरता है? ദൈവം മരിക്കുവോ? परमेश्वर मरता है? ദൈവം എന്ന് പറഞ്ഞ ആരാണ്? परमेश्वर कौन है? മരണമില്ലാത്തവൻ. जो मर नहीं सकता। ദൈവം മരിക്കുവോ? क्या वो मर सकता है? എത്രയോ പേർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, മരിക്കുന്ന ഒരാളെ ദൈവം എന്ന് വിളിക്കാൻ ഒക്കുവോ? कितने लोगों ने मुझसे पूछा है मरने वाले को कैसे परमेश्वर बुलाएं? പക്ഷേ ഇവിടെ പിതാവാൻ ദൈവം ഒരു നിമിഷം പുത്രനെ കൈവിട്ടു. लेकिन यहाँ पिता परमेश्वर ने एक क्षण के लिए पुत्र को हाथ छोड़ दिया। എലോഹി എലോഹി ലമ്മ ശബക്താനി നിലവിളി ഉയർന്നു, എന്റെ ദൈവമേ എന്നെ കൈവിട്ടതെന്ത്? उसने ऊंची आवाज में पुकारा कि हे पिता तूने मुझे क्यों छोड़ दिया? പിതാവ് ഒരു നിമിഷം തലതിരിച്ചു. एक क्षण उसने मुंह मोड़ लिया। പുത്രൻ കുമാരൻ സ്വന്തം തോളിൽ തലചായ്ച്ചു. മക്കളെ, और वो पुत्र अपने खुद के कांधे पर सिर सटाकर खड़ा बैठा था। എന്തിനാ സ്വന്തം തോളിൽ തലചായ്ച്ചേ? खुद के कांधे पर सिर क्यों सटाया? സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷന്റെ തല ക്രിസ്തു. और स्त्री का सिर पुरुष और पुरुष का सिर मसीह। സഭയുടെ ശിരസ് ക്രിസ്തു. कलीसिया का सिर मसीह। സഭയും ക്രിസ്തു ഒന്നായി. कलीसिया और मसीह एक हो गए। അപ്പനെ അമ്മയും വിട്ടുപിരിയും. അമ്മയെ യോഹന്നാനെ ഏൽപ്പിച്ചു. പിതാവ് ദൈവത്തെ കൈവിട്ടു. പുരുഷൻ സ്വന്തം തോളിൽ തലയായിച്ചു. और अपनी माँ को उसने यूहन्ना के हाथ में दिया। माता पिता को छोड़कर वो पुरुष के साथ मिल जाएगा। उसने अपने खुद के कांधे पर सिर को रख दिया। യേശു മരിച്ചു. यीशु मरा। എന്തിനു മരിച്ചു? क्यों मरा? മരണത്തിനപ്പുറം എന്താന്ന് ആർക്കും അറിയില്ല. किसी को नहीं पता था कि मृत्यु के बाद क्या है। മനുഷ്യന്റെ മരണത്തിനപ്പുറത്തൊരു വഴി തുറക്കാൻ അവിടുന്ന് മരിച്ചു. मनुष्य के सामने मृत्यु के बाद रास्ता खोलने के लिए वो मरा। അവിടുത്തെ വിലാപ്പുറം കുത്തി തുറക്ക, उसके उस पंजे को भेद दिया गया। ആദത്തിന്റെ വിലാപ്പുറം തുറന്നപ്പോ ഹൗവ വന്നു. और आदम के जब पंजर രക്തവും വെള്ളവും വന്നു. അതിനകത്തുനിന്ന് പുതിയ നിയമസഭ വന്നു. और अंतिम आदम यीशु के जब पंजर को भेदा गया उसमें से लहू और पानी निकला। उसके अंदर से कलीसिया निकली। Eve had come. പുതിയ നിയമസഭ അവിടുന്ന് വന്നു. एक नई हव्वा, नए नियम की कलीसिया निकली। ആ സഭയെ നോക്കി കർത്താവ് പറയും, उस कलीसिया को देखकर यीशु कहता है ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. मैं तुझे कभी भी नहीं छोड़ूंगा। ക്രൂശിന്റെ വചനം क्रूस का वचन നശിച്ചു പോകുന്നവർക്ക് പോഷത്താ. नाश होने वालों के लिए मूर्खता है, പക്ഷെ രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവശക്തിയാ. लेकिन उद्धार पाने वालों के लिए
परमेश्वर की सामर्थ्य है। നമ്മുടെ ശിക്ഷ അവന്റെ മേലായി. हमारी सजा उसने ले ली। യേശു നമുക്ക് വേണ്ടി ക്രൂശ് മരിച്ചു. यीशु हमारे लिए क्रूस पर मरे। ക്രൂശിന്റെ ശക്തി. क्रूस की शक्ति। ക്രൂശിന്റെ ശക്തി എന്താ? क्रूस की शक्ति क्या है? ക്രൂശ് ശാപത്തിന്റെ ലക്ഷണം. क्रूस शाप की जगह है। മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ. काट पर लटका हुआ हर व्यक्ति शापित है। ജനിച്ചു വീണ ഓരോ കുഞ്ഞിന്റെ മുകളിലും ഏതെങ്കിലും വഴികളിൽ ഒരു ശാപം കാണാം. हर जन्मे हुए बच्चे के ऊपर किसी न किसी तरीके का एक शाप जरूर दिखता है। 4 തലമുറക്ക് പിന്നിലേക്ക് പോയാൽ വരുന്ന വഴികൾ. और 4 पीढ़ियों तक भी चले जाएं तो किस मार्ग से वो आया। ഒരു കുഞ്ഞിനെ ഇങ്ങനെ നമുക്ക് അതിന്റെ റൂട്ട് കണ്ടെത്താം. അപ്പൻ, അമ്മ. एक बच्चे को किस प्रकार वहां से माता से या पिता से कहां से आया हम पहचान सकते हैं। അപ്പൻ, അമ്മ. माता या पिता, അപ്പന്റെ അപ്പൻ, दादा, അപ്പന്റെ അമ്മ, उनकी या फिर दादी, അമ്മയുടെ അപ്പൻ, या फिर नाना, അമ്മയുടെ അമ്മ, नानी, അപ്പന്റെ അപ്പന്റെ അപ്പൻ, और उनके भी दादा, അപ്പന്റെ അമ്മയുടെ അപ്പൻ, और उनके भी दादी, അമ്മയുടെ വഴിക്ക് मम्मी की के रास्ते ഏതെങ്കിലുമൊക്കെ വഴിക്ക് ഇതൊക്കെ വന്നു കയറാം. किसी न किसी रास्ते वो शाप आ सकता है। ഞാൻ എത്ര എണ്ണത്തെ കണ്ടു. कितने मैंने खुद देखे हैं। എത്ര പേര് എന്നോട് പറഞ്ഞു. कितनों ने मुझे कहा है, പറഞ്ഞിട്ട് കാര്യമില്ല പാസ്റ്ററേ. लेकिन कहने का कोई चारा नहीं है। അനുഭവിച്ചു തീർക്കാൻ വെച്ചിട്ടാ കാരണന്മാര് പോയത്. और सब लोग ऐसे करके चले गए, बच्चों के सामने करने के अलावा कुछ बचा ही नहीं। അനുഭവിച്ചു തീർക്കാം. अनुभव करना ही पड़ेगा, പക്ഷെ അനുഭവിച്ചു തീർക്കണ്ട. लेकिन अब अनुभव नहीं करना। ക്രൂശിന്റെ അടുത്ത് എന്ന क्रूस के पास यदि जाओगे, നശിച്ചു പോകുന്നവർക്ക് ഇത് അറിയത്തില്ല. नाश होने वालों को ये बात पता नहीं है। വിശ്വസിച്ച് അടുത്ത് എന്നാ എന്തോ സംഭവിക്കുന്നത്? विश्वास करके जब करीब जाओगे तो पता क्या होगा। ആ ശാപത്തിന്റെ ചങ്ങല ക്രൂശിന്റെ ശക്തി പൊട്ടിപ്പോകും. उस शाप की जंजीर को क्रूस की शक्ति तोड़ देता है। ക്രൂശിന്റെ ശക്തിയിൽ ആ ശാപത്തിന്റെ ശക്തി പൊട്ടിപ്പോകും. क्रूस की शक्ति में वो शाप की जंजीर टूट जाती है, മരണം മാറും. मौत हट जाती है। ഇന്ന് ഒത്തിരി പേര് മരിക്കുന്നുണ്ട്. आज कितने लोग मर रहे हैं। സുവിശേഷ നിമിത്തം നാം അറിയാത്ത എത്രയോ പേർ കൊല്ലപ്പെടുന്നു. सुसमाचार के कारण हम जितनों को नहीं जानते कितने ही मर रहे हैं। എന്തുകൊണ്ടാണ് വിശ്വാസി മരണത്തെ പേടിക്കാത്തത്? और क्यों आज विश्वासी मृत्यु से नहीं डरता। എനിക്ക് മരിക്കുന്നത് ജീവിക്കുന്ന ക്രിസ്തു, മരിക്കുന്ന ലാഭം എന്നൊക്കെ പൗലോസ് പറയുന്നു. पौलुस कहता है कि मेरे लिए जीना लाभ और मेरे लिए जीना मसीह और मरना लाभ है। മരിച്ചാൽ എവിടെ പോകുന്നുള്ള ഉറപ്പാ. उसको पता है कि मरूंगा तो मैं कहां जाऊंगा। ഞാൻ കണ്ട ഏറ്റവും ഭീകരമായ ഒരു മരണമുണ്ട്. और सबसे भयानक मैंने एक मृत्यु देखी है। എന്റെ കൂടെ നടന്ന ഒരു മനുഷ്യൻ ഭയങ്കര മദ്യപാനിയായിരുന്നു. और मेरे साथ में एक व्यक्ति था, बहुत ही शराबी था। वो പിന്മാറിപ്പോയി. वो प्रभु को छोड़ गया। ഒരു ദിവസം രാവിലെ വീട്ടിൽ നിന്ന് ഒരു കോള്. और एक दिन घर से एक कॉल आया കട്ടിലിന്റെ കീഴെ കയറി ഇരിക്കുക. और बेसक के नीचे वो छुपा पड़ा है। ഈ മനുഷ്യൻ വലിഞ്ഞ് കട്ടിലിന്റെ കീഴെ കയറി കിടക്കുക. ये व्यक्ति उसके नीचे छुपा पड़ा है बिस्तर के। വാച്ചാ ഇറങ്ങി വാ, बाहर आओ, बाहर आओ, ഇറങ്ങി വാ. बाहर आओ। ഇല്ല. नहीं आऊंगा। എന്താ കാര്യം? क्यों नहीं आ रहा? അവിടെ എല്ലാം ആള് നിപ്പുണ്ട്. वहां पे लोग खड़े हैं, അവിടെ കൈ കയറുണ്ട്. उनके हाथ में रस्सी है, എന്നെ കെട്ടാനാ, मुझे बांधने के लिए खड़े हैं, കെട്ടിക്കൊണ്ട് പോവും. मुझे बांध कर ले जाएंगे। ചുമ്മാ പട്ട് പറയാം, ഇവിടെ ആരുമില്ല. വാ. नहीं नहीं, यहाँ कोई नहीं है, तू बाहर आ। അയ്യോ എനിക്ക് കാണുന്നുണ്ട് അവിടെ എല്ലാം നിൽക്കുക, കയറുണ്ട്, കെട്ടും. नहीं नहीं नहीं, लोग खड़े हैं, रस्सी है उनके हाथ में। നമ്മൾ ഓർത്തു മദ്യപന്റെ പ്രലാപമാണ്. हमने सोचा कि ये शराबी की एक हालत में वो पड़ गया है। കുറെ കഴിഞ്ഞ് ഈ കട്ടിലിന്റെ കീഴിൽ നിന്ന് ഇറങ്ങിപ്പോയി. और कुछ देर के बाद बिस्तर से भी वो बाहर निकला, പക്ഷെ അത് അവസാനത്തെ യാത്രയായിരുന്നു. लेकिन उसकी वो अंतिम यात्रा थी। എവിടെയോ വണ്ടി ഇടിച്ചു മരിച്ചു. कहीं गया, टक्कर लगी, मर गया। മെഡിക്കൽ കോളേജിൽ നിന്ന് എളിയവരെ വിളിച്ചു. और मेडिकल कॉलेज में से कॉल आई। ഞങ്ങൾ ചെന്ന് ബോഡി തിരിച്ചറിഞ്ഞു. हम वहां पे गए, हमने शरीर को, शव को पहचाना। പിറ്റേ ദിവസം പോസ്റ്റ്മോർട്ടം അടക്കം. और अगले दिन पोस्टमार्टम हुआ, फिर उसको दफनाया। വല്ലാത്ത ദുഃഖം തോന്നി. बहुत बड़ा दर्द उठ बैठा। അവസാനത്തെ വീട്ടുകാർക്കുള്ള വാക്ക് എന്നെ കെട്ടിക്കൊണ്ടു പോകാൻ ആള് വന്നിട്ടുണ്ട്. और अंत में उसने जो शब्द कहा था घर वालों को, ये था, मुझे बांधने के लिए कोई आया है। പക്ഷെ ഒരു 104 വയസ്സുള്ള ഒരു സാധു അപ്പച്ചനെ എനിക്കറിയാം. लेकिन एक 106 साल के एक दादा को मैं बुजुर्ग व्यक्ति को मैं जानता हूँ। ഒരു കുഴപ്പമില്ലായിരുന്നു. कोई दिक्कत नहीं थी, പെർഫെക്റ്റ്ലി ഓക്കെ. बिल्कुल सही थे वो। ഒരു ദിവസം രാവിലെ എഴുന്നേറ്റു. एक दिन सुबह खड़े हुए, നല്ല എണ്ണയൊക്കെ തേച്ച് കുളിച്ചു. सिर पे तेल वगैरह लगाया, स्नान किया, ചൂട് കഞ്ഞി കുടിച്ചു. और गरम गरम चावल खाया, നല്ല ഷട്ടുമുണ്ട് കിട്ടു. अच्छी कमीज का पैंट पहनी, പിള്ളേരെ എല്ലാം വിളിച്ചു. सब बच्चों को बुलाया ചുറ്റി നിൽക്കാൻ പറഞ്ഞു. और आसपास में बिठाया। എന്താ പറ്റാ? क्या हुआ दादाजी? അപ്പച്ചന് ഒരു കുഴപ്പമില്ല, പൾസ് വേരിയേഷൻ പോലും ഇല്ല. और बिल्कुल कोई दिक्कत नहीं है, नस तक सही चल रही है। എല്ലാരും ചുറ്റി തന്നെ. सब बच्चों को बिठाया, പാടിക്കേ. गीत गाने को कहा, ദൂതസംഘമാകവേ. स्वर्गदूतों का एक गीत गाया। എന്താ പറ്റാ? ये क्या है दादा? ദൂതന്മാരെ ചുറ്റും നിൽക്കുക. स्वर्गदूत चारों ओर खड़े हैं, എല്ലാവർക്കും കൈ കൊടുത്തു. सबसे हाथ मिलाया ഒറ്റ കിടപ്പൊരു പോക്ക്. और वहां लेटे और चले गए। ഒരാൾ പറയുന്നത് കെട്ടിക്കൊണ്ട് പോകും. और एक व्यक्ति कहता है कि बांध कर ले जाएंगे, അപ്പച്ചൻ പറയും ദൂതന്മാര് കൊണ്ടുപോകും. ये कहते हैं कि स्वर्गदूत ले जा रहा What है। makes the difference? यहाँ है अंतर, യേശുവിലുള്ള വിശ്വാസം. यीशु पर विश्वास। അതുകൊണ്ട് മരണത്തെ പേടിക്കാത്ത. इसलिए हम मृत्यु से नहीं डरते। മരിച്ചെന്ന് പറഞ്ഞ യേശുവിനെ വിട്ടുപോയാൽ ജീവിക്കാം.
यहाँ पे यदि यीशु को छोड़कर चले तो कैसे जिए? ഇല്ലെങ്കിൽ മരണം. नहीं तो मौत सहनी ഒരു पड़ेगी। പക്ഷേ ഒരു നിമിഷത്തേക്കിനെ വിട്ട് കളഞ്ഞാൽ ജീവിക്കാം. एक क्षण के लिए यदि छोड़ दे तो जी सकता है, ഞാൻ എപ്പോഴും नहीं तो मौत। എപ്പോഴും ചിന്തിക്കാറുണ്ട്, मैं हमेशा सोचा करता हूँ, യേശുവിനെ വേണോ ജീവൻ വേണോ എന്ന് ചോദിച്ചാൽ, जब लोग पूछते हैं कि यीशु चाहिए या जीवन चाहिए, യേശുവിനെ വേണ്ടെന്ന് പറഞ്ഞാൽ तो यदि वहां पे यीशु चाहिए തൽക്കാലം രക്ഷപ്പെടും. और यीशु नहीं चाहिए बोलेंगे तो शायद उस समय बच सकते हैं। എത്ര നാളാ? कितने दिन तक बचेंगे? വയസ്സ് 50 കഴിഞ്ഞു, 50 साल हो गए, മാക്സിമം 10-20 വർഷം, ज्यादा से 25 വർഷം. ज्यादा 20-25 और साल, അത് കഴിയും മരിക്കണ്ടേ? उसके बाद में वैसे भी मरना है। പക്ഷെ തള്ളി പറഞ്ഞ അപ്പം കഴുത്തറത്താലോ? തള്ളി പറയാതെ लेकिन यदि वहां पर मैं उनको न ठुकराऊं, यदि वो मुझे काट दे तो, അപ്പം പിതാവിന്റെ മടിയിൽ. और वहीं उसी समय पिता की गोद में, അതാണ് ക്രിസ്തുവിലുള്ള പ്രത്യാശ. वो है मसीह के अंदर की आशा। അവിടെ ഒരു ട്രാൻസ്ഫർ, ഒരു വലിയ എക്സ്ചേഞ്ച് നടക്കുകയാണ്. वहां पर एक बड़ी अदला बदली आती है। അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം, उसके कोड़े खाने से हम चंगाई पाते हैं, അവന്റെ ക്രൂശിൽ നമ്മുടെ ശാപം, उसका क्रूस हमारा शाप हटता है, ശാപം മാറി അനുഗ്രഹം വരുന്നു, शाप हटकर आशीष आती है, രോഗം മാറി സൗഖ്യം വരുന്നു. रोग हटता है, चंगाई आती है। ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया। ക്രൂശിൽ ഭയങ്കര എക്സ്ചേഞ്ചാ. क्रूस के ऊपर, ഇതാണ് ക്രൂശിനെ കുറിച്ചുള്ള സന്ദേശം. ये है क्रूस पर का संदेश। ഈ ക്രൂശിന്റെ സന്ദേശമായിട്ട് നിങ്ങൾ പുറത്തു പോകുന്നത്. इसी क्रूस के संदेश को लेकर आप बाहर जा रहे ഇത് हैं। നശിച്ചു പോകുന്നവർക്ക് അറിയത്തില്ല, ये नाश होने वालों को नहीं पता है, എന്നാൽ വിശ്വസിക്കുന്നവർക്ക് അത് ദൈവശക്തിയാണ്. लेकिन विश्वास करने वालों के लिए परमेश्वर की शक्ति है, അത് ദൈവശക്തിയാണ്. परमेश्वर की शक्ति है। ഹല്ലേലൂയ. हालेलुया। നശിച്ചു പോകുന്നവർക്ക് അത് ഭോഷത്വമാണ്, नाशवान होने वालों के लिए मूर्खता है, പക്ഷെ വിശ്വസിക്കുന്നവർക്ക് ദൈവശക്തിയാണ്. लेकिन विश्वास करने वालों के लिए परमेश्वर की शक्ति है। അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, प्रेरित पौलुस कहता है, we preach Christ crucified. हम मसीह उसका प्रचार करते हैं जो क्रूस पर चढ़ा है, ക്രൂശിനെ പ്രസംഗിക്കും. हम क्रूस का प्रचार करते हैं। ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഇറങ്ങി പോകുന്ന മക്കളെ, ग्रेजुएशन के बाद में जाने वाले बच्चों, you are going to preach the cross. आप क्रूस का प्रचार करने जा रहे हैं। Crucified Christ. क्रूस पे चढ़े यीशु का प्रचार करेंगे आप। വിശ്വസിക്കണം, അതിനകത്തൊരു ശക്തിയുണ്ട്. विश्वास करें, उसके अंदर एक सामर्थ्य है। നിങ്ങളൊന്നും കണ്ടില്ലെങ്കിലും അതിനകത്ത് വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. आपको शायद कुछ भी दिख नहीं रहा होगा, उसके अंदर एक सामर्थ्य है। ക്രൂസിഫൈഡ് ജീസസിനെ കുറിച്ച് പറയുന്നിടത്ത് ഒരു ശക്തി വ്യാപരിക്കും. क्रूस पर चढ़े हुए यीशु का प्रचार करो तो शक्ति आती है। അവിടെ ചില സ്ഥലത്തിന്റെ ശാപങ്ങൾ മാറിപ്പോകും. वहां की जगहों के शाप दूर हो जाते हैं। നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ കാണും. आपकी जिंदगी में आप चमत्कार देखते हैं। നിങ്ങളുടെ അടുക്ക വരുന്ന വ്യക്തികൾ സുഖപ്പെടും. आपके पास आने वाले चंगाई पाते हैं। അവിടെ മേൽ വ്യാപരിക്കുന്ന ദുരാത്മ ശക്തികൾ उन വിട്ടുപോകും. पर की दुष्टात्माएं दूर हो जाती हैं। ക്രൂശിന്റെ വചനം, क्रूस का वचन ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം, नाश होने वालों के लिए मूर्खता, രക്ഷിക്കപ്പെടുന്നവർക്ക് ജീവശക്തി. लेकिन उद्धार पाने वालों के लिए शक्ति है। ക്രൂശിനെ പ്രസംഗിക്കണ്ടേ? क्रूस का प्रचार नहीं करना, ക്രൂശിനെ പ്രസംഗിക്കുമ്പോൾ ചിലപ്പം ബുദ്ധിമുട്ട്, शायद मर भी जाए, മരിച്ചോ मर भी जाए, മരിച്ചോ, मर भी जाए, ദൂതന്മാരുടെ കണ്ണ് കൊണ്ടുപോകും. स्वर्गदूत हमको लेकर जाएंगे। മറ്റൊരാൾ പറയുന്നു, दूसरा एक और व्यक्ति कहता മറ്റത്തിന്റെ है, മുമ്പിൽ തള്ളി പറഞ്ഞവൻ പറയുന്നു എന്നെ കെട്ടിക്കൊണ്ടുപോകും. और वो कहता है कि वो मुझे बांध कर ले जाने को कोई आया है। ക്രൂശിന്റെ വചനം, क्रूस का वचन, കണ്ണടച്ച്, अपनी आंखें बंद करें। ക്രൂശിന്റെ വചനം क्रूस का वचन, അവന് ഭയങ്കര ശക്തിയാ. उसमें शक्ति है। ആ ശക്തിക്ക് മുമ്പേ രോഗങ്ങൾ കീഴടങ്ങും. उस शक्ति के सामने रोग घुटने टेकते हैं। ശക്തിയോട് പ്രസംഗിക്കണം, शक्ति के साथ प्रचार करें, ഭീതിയില്ലാതെ പ്രസംഗിക്കണം. बिना डर के प्रचार करें। ഹല്ലേലൂയ. हालेलुया। എന്റെ കാൽ കല്ല് തെറ്റിപ്പോകാതിരിക്കണം. അവൻ തന്നെ കുറിച്ച് നിന്നെ കുറിച്ച് തന്റെ ദൂതമാകാതെ ക്രൂശിനെ പ്രസംഗിക്കണം. बिना शैतान से डरे क्रूस का प्रचार करें। അദൃശ്യമായ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകും. परमेश्वर की अदृश्य उपस्थिति आपके संग रहेगी। ഹല്ലേലൂയ. हालेलुया। നമ്മൾ കാണാതെ ദൈവ സാന്നിധ്യം കൊണ്ട് നമ്മളെ മറയ്ക്കും. अदृश्य अपनी उपस्थिति से वो हमें ढांपेगा। ദൈവത്തിന്റെ ദൂതന്മാർ നമുക്ക് വേണ്ടി കാവൽ ചെയ്യും. परमेश्वर के स्वर्गदूत हमारी निगरानी रखेंगे। എന്റെ പിതാവ് മരിച്ചപ്പോൾ ഒരു ദൈവദാസൻ വന്നൊരു സാക്ഷ്യം പറഞ്ഞു. हमारे पिता के निधन में, मेरे पिता के निधन में एक परमेश्वर के दास ने गवाही दी, അദ്ദേഹവും പിതാവും കൂടെ എല്ലാവരും കൂടെ കൂടി രാത്രി പ്രാർത്ഥിക്കുക. और वो अपने सब लोग रात को बैठ के प्रार्थना कर रहे थे। രാത്രി 1 മണിയായി. रात को 1 बज गए। അന്ന് ഒത്തിരി വർഷം മുമ്പ് വണ്ടികളൊന്നും ഇല്ല. ഒരു 3 കിലോമീറ്റർ അപ്പുറത്ത്, 2 കിലോമീറ്റർ 3 കിലോമീറ്റർ അപ്പുറത്ത് ഒരു വീട്ടിൽ പോയി പ്രാർത്ഥിക്കണം. और काफी सालों पहले की बात है, गाड़ी वगैरह उस समय नहीं थी। 3-3.5 किलोमीटर दूर जाकर प्रार्थना करनी थी। അവർ രാത്രി പ്രാർത്ഥിക്കാൻ പോയി. वो रात को प्रार्थना करने के लिए गए। പോകുമ്പോൾ ബാക്കി എല്ലാവരും പറഞ്ഞു നിങ്ങൾ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചോ. जब वो दोनों जा रहे थे तो बाकियों को कहा कि तुम यहीं पर प्रार्थना करना। അർദ്ധരാത്രിയുടെ നിശബ്ദത. आधी रात की वो के सन्नाटे में ഒരു വലിയ സെമിത്തേരിയുടെ സൈഡിൽ കൂടെ വേണം അവർക്ക് പോകാൻ. एक कब्रिस्तान के पास से होकर उनको जाना होता था। സെമിത്തേരിയുടെ സൈഡിൽ കൂടെ പോയപ്പോൾ ഭയങ്കര ശബ്ദം, എന്തോ ചങ്ങല വലിക്കുന്നു. और जब कब्रिस्तान के पास में पहुंचे तो उन्होंने कुछ जंजीरों की आवाज सुनी। സ്വാഭാവികമായിട്ട് അവർക്ക് തോന്നി എന്തായിരിക്കാം. उनको उनके मन में क्या आया होगा कि क्या होगा, പിശാചായിരിക്കാം. शैतान होगा। അവരെല്ലാം കൂടെ കൈ കോർത്ത പിശാചിനെ ശാസിച്ചു. और दोनों ने हाथ पकड़ा और शैतान को डांटा।
അവിടെ ചെന്നപ്പോ എന്നിട്ട് ആ വീട്ടിൽ ചെന്നപ്പോ ഒരു കുഞ്ഞു പനി കൂടി ഫിക്സ് വരുന്ന പോലെ മരിക്കാനിരിക്കുക. और जैसे ही वो घर पर पहुंचे तो वहां पे एक बच्चा जिसको मिर्गी दौरा आता था, मरने की कगार पर था। അവർ ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ച കുഞ്ഞ് സുഖപ്പെട്ടു. उस बच्चे के लिए प्रार्थना करी और उसको चंगाई मिल गई। വെളുപ്പിനെ തിരിച്ചു വന്നു. सुबह वापस आए പിറ്റേ ദിവസം പകല് പ്രാർത്ഥന നടക്കുക. और अगले दिन सुबह यहाँ प्रार्थना हो रही ഒരു थी ദൈവദാസ അതുവഴി വന്ന് ആദ്യമായിട്ട് വരികയാണ്. और परमेश्वर का एक सेवक वहां पर आया, पहली बार आया था। ആ ദൈവദാസി ഇവരെ നോക്കി പ്രവചിക്കുക. और परमेश्वर के सेवक ने इनको देखकर भविष्यवाणी की। ദൈവദാസന്മാരെ, ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ പോയി. परमेश्वर के दासों, तुम्हारे कहने पर कल मैं गया നിങ്ങൾ ഒരു സ്ഥലത്ത് വെച്ച് എന്തോ ഒരു ശബ്ദം കേട്ടു, ചങ്ങല ശബ്ദം. और आपने किसी जगह पर जाकर जंजीर की आवाज सुनी। നിങ്ങൾ ഓർത്തത് സാത്താനായിരിക്കും, പിശാചായിരിക്കും. आपने सोचा कि वो शैतान होगा। നിങ്ങൾ അതിനെ ശാസിച്ചു, ഭയപ്പെട്ടു. आप डर गए, आप उसको डांटने लगे। എന്നാൽ ദൈവദാസന്മാരെ, ദൈവാത്മാവ് പറയുന്നു അത് ഞാൻ നിങ്ങളെ സംരക്ഷിക്കാൻ അയച്ച ദൂതന്മാരുടെ കാൽക്കുളമ്പടി ശബ്ദങ്ങളാണ്. लेकिन पवित्र आत्मा वहां पे परमेश्वर का वचन सुनिएगा, मैंने तुम्हारी सुरक्षा के लिए भेजे गए स्वर्गदूतों की बेड़ियों की आवाज थी वो। അവരോർത്തത് ഭൂതദൂതമാന്നാ, അവരോർത്തത് പിശാചാന്നാ. और वो स्वर्गदूत थे, उन्होंने सोचा वो शैतान है। പക്ഷെ പിറ്റേ ദിവസം ദൈവശബ്ദം കേൾക്കുന്നു, അത് ദൂതന്മാരുടെ കുളമ്പടി ശബ്ദം. और अगले दिन वह शब्द उन्होंने सुना कि स्वर्गदूतों के चलने की आवाज थी वो। നമ്മളെ കാക്കാൻ ദൈവം തന്നെ ദൂതന്മാരെ അയക്കും. हमें भी सुरक्षा देने के लिए वो स्वर्गदूत भेजता है। ജീവനെങ്കിൽ ജീവൻ വെച്ച് യേശുവിനെ പ്രസംഗിക്കണം. हो सके तो जीवन देना भी पड़े तो भी यीशु का प्रचार करते रहना। വലിയ പ്രതിസന്ധികളിലൂടെയാണ് ദൈവസഭ പോകുന്നത്. आज बड़ी मुसीबत में से कलीसिया होकर जा रही है, പക്ഷെ ക്രൂശിന്റെ വചനത്തിനകത്ത് ഒരു ശക്തിയുണ്ട്. लेकिन क्रूस के अंदर एक शक्ति है। ക്രൂശിനെ പ്രസംഗിക്കണം. क्रूस का प्रचार करें, You have to preach Christ crucified. यीशु मसीह का प्रचार करें जो क्रूस पर चढ़ा है। Hallelujah. हालेलुया। There is power in the Christ crucified. और क्रूस पे चढ़े यीशु मसीह के प्रचार में शक्ति है। ക്രൂശിനെ പ്രസംഗിക്കണ്ടേ? क्रूस का प्रचार नहीं करना, ക്രൂശിനെ പ്രസംഗിക്കണ്ടേ? क्रूस का प्रचार नहीं करना। കർത്താവിന്റെ ക്രൂശിനെ പ്രസംഗിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. और यीशु के क्रूस का मैं प्रचार करना चाहता हूँ। ഈ രാജ്യത്തെ യേശുവിനെ ഉയർത്തണം. इस देश में यीशु को उठाना चाहता हूँ। ക്രൂശിക്കപ്പെട്ട യേശുവിനെ ഉയർത്തണം. क्रूस पे चढ़े यीशु को उठाना है मुझे। ഓരോ യോഗം ഒരു സമർപ്പണമാണ്. और एक समर्पण मैं देता ആ हूँ। സമർപ്പണത്തിന് മുമ്പ് ദൈവശക്തി നിങ്ങളുടെ മേൽ और അയക്കപ്പെടും. यदि आप समर्पण करेंगे तो प्रभु अपनी शक्ति आपको देगा। അങ്ങനെ ആഗ്രഹിക്കുന്ന മക്കൾ എഴുന്നേറ്റ് നിന്ന്. यदि कोई ऐसा समर्पण करना चाहते हैं तो आप जल्दी खड़े हो जाएं। വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. എനിക്ക് കർത്താവിന്റെ ക്രൂശിനെ പ്രസംഗിക്കണം. ध्यान से एक बार और सुनिएगा। केवल वो लोग जो कह रहे हैं कि मुझे क्रूस पर चढ़े यीशु का प्रचार करना है, സീരിയസ് ആയിട്ട് എഴുന്നേറ്റിരിക്കുന്നവർ बिल्कुल गंभीरता के साथ सुनिएगा, फिर खड़े होइएगा। ഡു ഓർ ഡൈ ആയിരിക്കാം. ये करो या मरो वाली बात है। സിറ്റുവേഷൻസ് സിനാരിയോസ് മാറുക. आज के हालात बदल रहे हैं। ഡു ഓർ ഡൈ. करो या मरो की बात है ये। let there may be anything, चाहे any कुछ situation, चाहे कुछ भी मेरे सामने आ जाए, എന്തും വരട്ടെ, कुछ भी आ जाए, ഏത് സിറ്റുവേഷൻ ആകട്ടെ, कोई भी हालात आ जाए, യേശുവിനെ പ്രസംഗിക്കണം. यीशु का प्रचार करूंगा। യേശു ക്രൂശിക്കപ്പെട്ട യേശുവിനെ. क्रूस पर चढ़े यीशु का प्रचार करूंगा। ക്രൂശിനകത്ത് ഭയങ്കര ശക്തിയാണ്. उसमें शक्ति है। നിങ്ങൾ ചെല്ലുന്ന വീടിന്റെ ശാപം മാറും. आप जिस घर में जाएंगे वहां का शाप दूर होगा। ക്രൂശിക്കപ്പെട്ട യേശുവിന്റെ നാമത്തിൽ പറയുമ്പോൾ ശാപമൊക്കെ ഇങ്ങനെ പൊട്ടും. क्रूस पे चढ़ नाम लेंगे तो शाप टूट पड़ेंगे, ശാപം പൊട്ടും. शाप टूट पड़ेंगे। നിങ്ങളുടെ ശക്തി എന്താ? आपकी शक्ति क्या है? യേശുവിന്റെ നാമം. यीशु का नाम। ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. क्रूस पे चढ़ा यीशु, ആ ക്രിസ്തു നിങ്ങളുടെ അകത്തുണ്ടോ? वो यीशु आपके अंदर है। നിങ്ങളോട് ദൈവശക്തി വ്യാപരിക്കും. आपके द्वारा परमेश्वर की शक्ति बहेगी। ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ, हालेलुया। അങ്ങനെയുള്ള എല്ലാ മക്കളും കൈ ഉയർത്തി പ്രാർത്ഥിച്ചേ. और जितने लोग खड़े हैं अपने हाथ उठाकर प्रार्थना करें। കർത്താവിനെ പ്രസംഗിക്കണം മക്കളെ. प्रभु का प्रचार करें बच्चों। Stand for Jesus. यीशु के लिए खड़े रहो, Stand for Jesus. यीशु के लिए डटे रहो। Preach Christ crucified. क्रूस पे चढ़े यीशु का प्रचार करो। Hallelujah. हालेलुया, Hallelujah. हालेलुया, Hallelujah. हालेलुया। അവർ കാത്തിരിക്കുന്നതിനെയാ. हम इसी का इंतजार कर रहे हैं। നമ്മൾ കാണുന്നതിലും പ്രതിസന്ധിയില്ല ലോകം. आज के समस्याएं नहीं दिख रही हैं। മതങ്ങൾക്ക് അവർക്ക് രക്ഷിക്കാൻ കഴിയില്ല. धर्म भी उनको नहीं बचा सकता है। മതങ്ങൾക്ക് അവരെ രക്ഷിക്കാൻ കഴിയില്ല. धर्म उनको नहीं बचा सकता है। ഫിലോസഫികൾക്ക് അവരെ രക്ഷിക്കാൻ तत्व കഴിയില്ല. शास्त्र उनको नहीं बचा सकता है। ആവർത്തിക്കപ്പെടുന്ന യാഗങ്ങൾക്ക് ചെലവേറിയതാ. ये जितनी बलियां चढ़ रही हैं वो बहुत खर्चीली हैं। അതിന് ഈ സാധുക്കളുടെ കയ്യിൽ പണമില്ല. और उन गरीबों के पास उसका पैसा नहीं है। എന്നാൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിലൂടെ, लेकिन क्रूस पे चढ़ रहे यीशु യേശുവിലൂടെ, यीशु के द्वारा, യേശുവിലൂടെ यीशु के द्वारा ക്രൂശെടുത്ത് क्रूस उठाकर കർത്താവിന് വേണ്ടി പോകണം. प्रभु के लिए जाने वाले हैं। കരമുയർത്തി പ്രാർത്ഥിച്ചേ. अपने हाथों को उठाकर प्रार्थना करें। എല്ലാവരും പ്രാർത്ഥിച്ചു. सब लोग प्रार्थना करें। കണ്ണുകളടച്ചേ.
Please close your eyes. अपनी आंखों को बंद कर। Hallelujah. Praise the Lord. यीशु के पीछे यीशु के पीछे I have decided to follow Jesus. I have decided to follow Jesus. I have decided to follow Jesus. No turning back, no turning back, no turning back, no turning back, no turning back. The world behind me, the cross before me. The world behind me, the cross before me. The world behind me, the cross before me. No turning back, no turning back. No turning back, no turning back, no turning back, no turning back. यीशु के पीछे मैं चलने लगा, यीशु के पीछे मैं चलने लगा। यीशु के पीछे मैं चलने लगा। न लौटूंगा, न लौटूंगा, न लौटूंगा, न लौटूंगा। Oh, I have decided to